കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം തിരുവചന ധ്യാനത്തിന്റെ 32ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുള്ളത്. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 62 സെഷനുകളും കർത്താവ് വിജയകരമായി പൂർത്തീകരിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിലൂടെ നമുക്ക് ലഭിച്ച വചനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും നാം ഒന്നിച്ച് ചിന്തിച്ച പല കാര്യങ്ങളും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവാത്മ നമ്മെ സഹായിക്കട്ടെ. നാം ഓർത്തിരിക്കുക, നെഹമ്യാ പറഞ്ഞ വാക്ക് 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അതിന് നെഹമ്യാ പറയുന്ന വാക്ക്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. ഇത്ര വലിയൊരു കോൺഫിഡൻസ് ആണ് അതല്ലേ. നമുക്ക് കോൺഫിഡൻസ് എപ്പോഴും ആവശ്യമാണ്, പക്ഷെ ഓവർ കോൺഫിഡൻസ് ഭയങ്കര അപകടകരം. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഭാവനയിൽ ഓവർ കോൺഫിഡൻസ് ആയി ഒരു കാര്യത്തിന് എടുത്ത് ചാടരുത്. പല ആളുകളും കൈവേഗതയിലും അവരുടെ പരിചയത്തിലും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, ഞാൻ ചെയ്ത അങ്ങനെയൊക്കെ വെക്കും. അത് പലപ്പോഴും അത് പിന്നത്തേതിൽ നമുക്കത് പ്രയാസമായി മാറും. അതുകൊണ്ട് അബദ്ധങ്ങൾ കാണിക്കാതെ കൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആശാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വലിയ ഉളിയൊക്കെ വെച്ച് ഇങ്ങനെ ചെത്തുമ്പോൾ, പൊട്ടുപൊടി വെച്ച് അടിക്കുമ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം, എനിക്കും ഇതൊന്ന് അടിക്കണം. അദ്ദേഹം ബാത്റൂമിൽ പോയ സമയം നോക്കി ഞാൻ പുള്ളിയുടെ വലിയ ഉളി എടുത്തേച്ച് പുള്ളി തള്ളവിരലിൻ്റെ അടുക്കലോട്ടൊക്കെ വെച്ച് അടിക്കുന്ന പോലെ ഞാനും അടിച്ചു. പക്ഷേ എൻ്റെ കാലിന് 3 കുത്തിക്കെട്ടായി. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് നമ്മൾ ആഗ്രഹിക്കും. വീട്ടിൽ വളർത്തുന്ന ഒരു കുരങ്ങ് ആശാരിപ്പണി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുരങ്ങനൊരാഗ്രഹം എന്താണെന്നറിയാമോ? ഈ ആശാരി ഇങ്ങനെ തടി അറുത്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ വളർത്തുന്ന കുരങ്ങനൊരാഗ്രഹം, ഈ ആശാരിയുടെ ആപ്പും കൊണ്ട് സ്ഥലം വിടണം. കാരണം പകുതി കീറിയിച്ച് ആ പഠിച്ചു വയ്ക്കും, പിന്നെ ബാക്കി അത് മുന്നോട്ട്. പണ്ടത്തെ പഴമക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ചൊക്കനാപ്പൂരി പോലെ ഇരിക്കും. എന്താണെന്നറിയത്തില്ല, പറയാം. അപ്പോൾ ഇതുപോലെ ആശാരി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിലിരുന്ന വളർത്തു കുരങ്ങ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാരിയെ പറ്റിക്കാനായിട്ട് ഈ മുന്നോട്ട് ഇരുന്നുകൊണ്ട് ഈ ആപ്പ് ഊരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഈ തടിപ്പലക അകന്നിരിക്കുന്നോണ്ട് കുരങ്ങ് അറിയുന്നില്ല ഈ പലക അകന്നിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് പുള്ളിയുടെ വാലിരിക്കുന്നത്. അപ്പൊ ആപ്പ് ഊരി കഴിഞ്ഞപ്പോഴത്തേന് വാല് നടുക്കായി. അപ്പൊ ആശാരി വന്നപ്പോൾ ആശാരിയുടെ ആപ്പും കൊണ്ട് ഓടാന്ന് വിചാരിച്ച കുരങ്ങ് അവിടെ കിടക്കുക, ഈ ഗ്യാപ്പിനകത്ത് കുരുങ്ങി കിടക്കുക. തലക്കിട്ടൊരെണ്ണം കൊടുത്തു. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ തെറ്റായ ധാരണകളും ഒരുപാട് അബദ്ധങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഇന്നലകളിൽ നയിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ വീഴ്ചകളിൽ നിന്ന് പഠിക്കുക, ആ തോൽവികളിൽ നിന്ന് പഠിക്കുക. വീഴ്ചകൾ ഒരിക്കലും ഡിസ്കറേജ് ആകാൻ വേണ്ടിയല്ല, അത് നമുക്ക് പാഠങ്ങളാണ്. അടുത്ത സക്സസിന് വേണ്ടിയുള്ള പരിശീലനത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് അതെല്ലാം. ബൾബ് കണ്ടുപിടിച്ച മനുഷ്യൻ 1000-ലധികം പ്രാവശ്യം തോറ്റുപോയി. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ കളിയാക്കി പറഞ്ഞൊരു വാക്കുണ്ട്, നീ 1000 പ്രാവശ്യം തോറ്റവനാണ്. അദ്ദേഹം കൊടുത്ത മറുപടി നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ 1000 പ്രാവശ്യം തോറ്റതല്ല, 1000 വിധത്തിൽ ബൾബ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഞാൻ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നലകളിൽ നമ്മുടെ ഫാമിലി ലൈഫിലായാലും മക്കളെ വളർത്തുന്നതിലായാലും നമ്മുടെ കരിയറിലായാലും നമ്മുടെ സൊസൈറ്റിയിലായാലും നമ്മുടെ ബന്ധുജനത്തിന്റെ ഇടയിൽ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ധാരാളം അബദ്ധ ശബ്ദങ്ങൾ, പോരായ്മയുടെ വാക്കുകൾ,
നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ പാളിച്ചകൾ അത് റിപ്പീറ്റ് ചെയ്യുവാൻ പാടില്ല. വായി നാം മഹാരാജാവിന്റെ കോവർക്കേഴ്സാണ്. നാം രാജാതിരാജാവിന്റെ കൂട്ടുവേലക്കാരാണ് എന്നതുകൊണ്ട് നാം എപ്പോഴും തിരുത്തലിന് തയ്യാറാകണം. ഓക്കെ, വി ആർ കോവർക്കേഴ്സ് വിത്ത് ദ കിങ്. നമ്മൾ ഒരു രാജാവിന്റെ എന്ന് പറഞ്ഞാൽ പോരാ, ഈസ് ദ കിങ് ഓഫ് കിങ്. ഇപ്പൊ രാജാതിരാജാവിന്റെ കോവർക്കേഴ്സ് ആണ്. ഇപ്പൊ രാജാതിരാജാവിന്റെ കോവർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോട് ചേർത്ത് വായിക്കാം. 1 Corinthians chapter 3 verse 6 and 9 to 11. പോൾ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? I planted, Apollos watered, but God gave the increase. Praise God. അവിടെ പറയുന്നു, അതെ, പൗലോസ് നട്ടു, അപ്പല്ലോസ് വെള്ളമൊഴിച്ചു, ദൈവം വളരുമാറാക്കി. അപ്പോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? വി ആർ കോ വർക്കേഴ്സ് വിത്ത് ദ കിങ്. അപ്പോൾ നമ്മൾ മഹാരാജാവിന്റെ കൂട്ടുവേലക്കാരാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തോട് ഒരുമിച്ച് തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നാം ദൈവത്തോട് ഒരുമിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ കിങ്ഡം ബിൽഡിംഗ് ഇസ് അബൌട്ട് ബിൽഡിംഗ് പീപ്പിൾ. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അപ്പോൾ 9-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 Corinthians 3:9 പറയുന്നത്, യു ആർ ഗോഡ്സ് ഫീൽഡ് ആൻഡ് യു ആർ ഗോഡ്സ് ബിൽഡിംഗ്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ അതെ പണിക്കാർ. അപ്പൊ ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് അവിടെ 3 കാര്യം പറയുന്നുണ്ട്. പൗലോസ് നട്ടു, അപ്പല്ലോസ് വെള്ളമൊഴിച്ചു, കർത്താവ് വളരുമാറാക്കി. അപ്പൊ അവിടെ കാണുന്നത് അബൌട്ട് വർക്കിംഗ് ടുഗദർ, ഒന്നിച്ചുള്ള ഒരു വർക്കാണ് അവിടെ കാണുന്നത്. ഓക്കെ, അതിന്റെ 6, 9, 10 വാക്യങ്ങളിൽ കാണുന്നത്, ഒരാള് നടാനായി കോൾ ചെയ്യപ്പെട്ട ഒരാള്, നനയ്ക്കാനായി കോൾ ചെയ്യപ്പെട്ട ആള്. അണ്ടർസ്റ്റാൻഡ് യുവർ ഡിവൈൻ കോളിംഗ്, മേക്ക് ഷുവർ യുവർ കോളിംഗ്. നിങ്ങളുടെ വിളി എന്താണ്? നമ്മുടെ ഈ 32 ഡേയ്സിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പരിശീലനങ്ങൾ ഓരോരുത്തർക്ക് കിട്ടിയപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ കാണുന്നത് പോലെ, കെങ്ക്രയ സഭയെക്കുറിച്ച് കാണുന്നത് പോലെ, ഓരോ സഹോദരിമാരുടെ വീട്ടിലെ സഭയെക്കുറിച്ച് കാണുന്നത് പോലെ, ഇപ്പോൾ നിങ്ങൾ വളരെ പരിശീലനങ്ങൾ ലഭിച്ചു വരുന്നതുകൊണ്ട് നിങ്ങൾ തികഞ്ഞ ആവേശത്തിലാണ്. കാരണം ഇപ്പോൾ എൻ്റെ കർത്താവ് ഒരു തുടക്കം തന്നാൽ, യെസ്, പലരും മൊണ്ണകളെന്ന് എഴുതി തള്ളിയ ആളുകളുണ്ട്. ഒരിക്കൽ ഒരു നിറവ് കാണാൻ സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു ധനികനായ മനുഷ്യന്റെ വീട്ടിലെ തേക്ക് മുറിച്ച കാര്യം അറിഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എനിക്ക് ആ മുറിച്ച തേക്കിന്റെ കുറ്റി ഇഞ്ഞ് തരുമോന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിനെ പിടിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അത് 2-3 ദിവസത്തെ പണി ചെയ്ത് ആ കുറ്റി എടുത്തേച്ച് അദ്ദേഹം വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. വളരെ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് മാസങ്ങൾ ഈ കുറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി. അത് നല്ലൊരു ഡൈനിങ് ടേബിൾ പോലെ പുള്ളി അത് ഉണ്ടാക്കി വൃത്തിയായിട്ട്. അവസാനം അത് മനോഹരമായ ഒരു ഫർണിച്ചർ കടയിൽ വെച്ചു. ഫർണിച്ചേഴ്സ് എന്ന് പറയരുത്, ഫർണിച്ചർ എന്നാണ് കേട്ടോ. അപ്പോൾ കടയിൽ കൊണ്ടുവച്ചു. വളരെ വില കൊടുത്ത് ഈ വീട്ടുകാരൻ ഇത് മേടിച്ചു.
വീട്ടുകാരൻ ഇത് മേടിച്ചിട്ട് ഇത്ര മനോഹരമായി ഇത് എങ്ങനെയാണ് പണിതത്, ഇത് എവിടുന്നാണ് പണിതത്, ഈ സാധനം എവിടുന്നാ കിട്ടിയേ എന്ന് അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ ആ വർക്ക്ഷോപ്പിന്റെ പുറയിൽ ഇരുന്ന് പണിയുന്ന ആളിനെ അദ്ദേഹം വിളിച്ചോണ്ട് വന്നപ്പോൾ അദ്ദേഹം നോക്കി, അയ്യോ താങ്കളാണ് ഇത്? അതെ സാർ, ഞാനാ. ഇത് സാറിന്റെ വീട്ടിലെ കുറ്റിയായത്. സാറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ കിളച്ചുകൊണ്ട് വന്ന അതെ തേക്കിന്റെ കുറ്റിയായത്. നോക്കുക, പലപ്പോഴും മനുഷ്യദൃഷ്ടിയിൽ അവഗണിക്കപ്പെടുന്ന, മാറ്റില്ലാത്ത, മൂല്യമില്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നല്ല ശില്പിയുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിമനോഹരമായി അത് പണിത് എടുക്കാറുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർ പറയാറുണ്ട്, ആർക്കും വേണ്ടാത്തതിനെല്ലാം ഇഞ്ഞ് തന്നേരെ, ഞാൻ ഏറ്റു. പ്രൈസ് ലോർഡ്. ആർക്കും പ്രയോജനപ്പെടത്തില്ല എന്ന് തോന്നുന്നതിന് ഇഞ്ഞ് തന്നേരെ. പ്രൈസ് ലോർഡ്. യെസ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച പരിശീലനങ്ങൾ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരും. നോക്കുക, ഇവിടെ കാണുന്നത് വർക്കിംഗ് ടുഗദർ. അത് കിങ്ഡം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പായിട്ടുള്ള ഒരു വർക്കായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നോക്കുക, അപ്പോൾ അതിൽ ഒരാൾ വിതയ്ക്കുവാനും ഒരാൾ വെള്ളമൊഴിക്കുവാനും അതിനെ മറ്റൊരാൾ വളർത്തിയെടുക്കുവാനും കർത്താവ് പറഞ്ഞു, ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ but the labors are few. Praise God. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാര് ചുരുക്കം. നമ്മുടെ കർത്താവിന്റെ വരവ് എത്രയും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ഒരു കയ്യിൽ ബൈബിളും മറുകയിൽ ലോകത്തിന്റെ സംഭവങ്ങളും കൂടെ വെച്ച് വായിച്ചു നോക്കിയാൽ അവൻ വാതുക്കലായിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. വരും ദിവസങ്ങളിൽ കർത്താവിന്റെ മടങ്ങി വരവ്, അനന്തര സംഭവങ്ങൾ, ഇതൊക്കെ ദൈവം അനുവദിച്ചാൽ നമുക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നടന്ന പ്രവചനങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ, നടക്കുവാനുള്ള പ്രവചനങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആളുകളുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ അവരെ ശാസിക്കുകയോ വത്സിക്കുകയോ അവരെ ശപിക്കുകയോ ഒന്നുമല്ല ആവശ്യം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ സംശയങ്ങൾ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തതയോടെ പൊരുൾ തിരിച്ച് വ്യത്യസ്തമായ നിലകളിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കാൽ നാം നന്നായി സിസ്റ്റമാറ്റിക്കലി ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് നാം ശ്രമിക്കുകയാണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വർക്കേഴ്സാണ് നമ്മൾ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത് ഏകാധിപത്യമല്ല. ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത് ടീം വർക്കാണ്, ഒന്നിച്ചുള്ള പ്രവർത്തനമാണ്. ഇനി നിങ്ങൾ അതിന്റെ 11-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയെ, കിങ്ഡം ബിൽഡിംഗ് ഈസ് അബൌട്ട് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ആൻഡ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നോക്കുക, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എത്ര മഹത്വമുള്ള, മാധുര്യമുള്ള ഒരു കാര്യമാണ്. കർത്താവിന്റെ ഫൗണ്ടേഷൻ, കർത്താവ് ഇട്ട ഫൗണ്ടേഷൻ ഇളക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ നിങ്ങൾ ചിന്തിച്ചേ? ഇല്ല. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവെന്ന മൂലക്കല്ലിലാണ് ഇതിന്റെ തുടക്കം. പത്രോസ് പറയുന്നത്, നാമും അവന്റെ അരികിൽ വന്നിട്ട് ജീവനുള്ള കല്ലുകളായി. പ്രൈസ് ഗോഡ്. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു, വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും ദൈവം തൻ്റെ രാജ്യം പണിയുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കോളിംഗ് നിങ്ങൾ ഉറക്കണം. നിങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്തില്ലേലും എവരി ബോൺ അഗെയിൻ, രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന ഡിസൈപ്പിളായിട്ടാണ്, നോട്ട് എ ബിലീവർ. നിങ്ങൾ ഓർഗനൈസേഷൻ്റെയോ സഭയുടെയോ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ കൂട്ടായ്മയുടെയോ ഫെലോഷിപ്പിൻ്റെയോ ചർച്ചിൻ്റെയോ മെമ്പർ ആയിരിക്കാം. ദൈവത്തിനത് സബ്ജക്റ്റ് അല്ല. പക്ഷേ
രക്ഷിക്കപ്പെടാത്ത എത്രയോ ആളുകൾ വലിയ സഭകളുടെ അംഗങ്ങളായിരിക്കുന്നു. പക്ഷേ കർത്താവിൽ ജനിച്ചവർ കർത്താവിൽ ജീവിക്കുന്നു. അവർക്ക് മാത്രമേ കർത്താവിൽ മരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കർത്താവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലീവ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ലിവ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന് വേണ്ടി ഒരാൾ ജീവിക്കാനായി സമർപ്പിക്കുമ്പോൾ രണ്ട് അതിപ്രധാനമായ കാര്യങ്ങളിലേക്ക് നാം അറിയാതെ പ്രവേശിക്കും. ഒന്ന്, സഹനം, സഹിക്കുക. രണ്ട്, ത്യജിക്കൽ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ത്യജിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഫ്രീ ആകുന്നത്. ആ ത്യജിക്കലിന് നാം തയ്യാറാകാത്തിടത്തോളം കാലം യേശുവിനെ അനുഗമിക്കാൻ പാടാണ് സഹോദരങ്ങളെ. കർത്താവ് പറഞ്ഞു, ടേക്ക് മൈ യോക്ക് ആൻഡ് ഫോളോ മീ. അപ്പോൾ നുകം ഒരാളുടെ കഴുത്തിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, വയലിൽ ഒഴുവാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കണ്ടമുണ്ടായിരുന്നു പണ്ട്. അപ്പൊ കാളെപ്പൂട്ട് സ്ഥിരം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ നുകം അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കാള ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ രണ്ട് കാളന്മാരും തല കുനിച്ചു തരും. എടാ കുനിക്കടാ എന്ന് പറയുമ്പോഴത്തേന് അവർ തല കുനിക്കും. എന്നിട്ടാണ് ഞാൻ ഈ നുകം വയ്ക്കുന്നത്. പിന്നെ അവര് റെഡിയാ. അപ്പോൾ നമ്മൾ ആരുടെയും മുമ്പിൽ തലകുനിക്കത്തില്ലെന്നുള്ള ആ ദുരഭിമാനമല്ല ആവശ്യം. യെസ് ലോർഡ്, ഹിയർ ആം ഐ. നമ്മള് ഒന്ന് താണു കൊടുത്താൽ നമ്മുടെ കഴുത്തിൽ വരുന്ന നുകം മാനുഷ്യമല്ല, ദൈവത്തിന്റെ നുകമാണ്. ദൈവത്തിന്റെ നുകത്തിന്റെ കീഴിൽ നമ്മുടെ തല ചായച്ചു കൊടുത്താൽ ആ യജമാനൻ നിന്നെ ദോഷകരമായ ചാലുകളിലൂടെ നടത്തത്തില്ല. അതിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കൈകളിൽ തന്നെയായിരിക്കും. എത്ര സേഫ് ആണതല്ലേ, എത്ര സെക്യൂർ ആണതല്ലേ. ആ യജമാനൻ നയിക്കുന്ന വഴി പോകുന്നത് എത്ര സന്തോഷകരമാണല്ലേ. ഓ മൈ ഗാഡ്, പ്രൈസ് ഗാഡ്, വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ദൈവം നമ്മളെ നയിക്കാൻ, കുറെ കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മെ ഭരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ വീട് ദൈവം ഭരിക്കട്ടെ, ദൈവവചനം ഭരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ, നമ്മെ ദൈവം ഭരിക്കട്ടെ, ദൈവവചനം ഭരിക്കട്ടെ, ദൈവാത്മാവ് ഭരിക്കട്ടെ. നമ്മുടെ മക്കളെ ദൈവം ഭരിക്കട്ടെ, ദൈവവചനം ഭരിക്കട്ടെ, ദൈവാത്മാവ് ഭരിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുമ്പോഴാണ് വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്, അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിപ്പാനും കർത്താവിന്റെ കൂടെ നടക്കുവാനും നമുക്ക് ഇടയാകുന്നത്. അപ്പോൾ ഈ കർത്താവിന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ കിങ് ഓഫ് കിങ്ങിന്റെ കോവർക്കറാണ് ഞാൻ എന്നുള്ള ബോധ്യം നിങ്ങൾ ഭരിക്കണം. എത്ര റോയൽ ലെവലിലാണ്, എത്ര ഹൈ ലെവലിലാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ആർ യു ഹാപ്പി? പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ അതിമഹത്തായ കോളിങ്ങിനായി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. എത്ര ട്രഡീഷൻ പറഞ്ഞാലും പത്രോസ്ലീഹയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് ഡാർക്ക്നെസ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, ഹിന്ദിയിൽ അതിന് പറഞ്ഞിരിക്കുന്ന അഗമ്യ ജ്യോതി എന്നൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ സൽഗുണം ഘോഷിപ്പാൻ. പ്രൈസ് ഗോഡ്. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ കഴിയണമെങ്കിൽ കർത്താവിന്റെ ഗുണങ്ങളാണ് പറയേണ്ടത്. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറയാനിടയായി തീർന്നു, നമ്മുടെയൊക്കെ ആത്മീയ വർധന ലഭിക്കാത്ത, ദൈവവചനത്തിന് നിരക്കാത്ത, നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം കൊണ്ടുതരാൻ അനുവദിക്കാത്ത, നിങ്ങൾക്ക് അനുഭവം തരുന്ന ചിന്തകൾ തരാൻ അനുവദിക്കാത്ത, ക്രിസ്തുവിൽ റൂട്ടഡായി കുറെ കൂടെ ആഴത്തിൽ പോയി ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ച് തലയോളം എത്തുവാൻ കഴിയാത്ത ഒരു ചാനലുകളും നിങ്ങൾ ഫോളോ ചെയ്യരുത്. ആമേൻ.
ദൈവഹിതമില്ലാത്ത ഒരു മേഖലയിലും നിങ്ങൾ ബ്രൗസ് ചെയ്യരുത്. കാരണം ദൈവത്തിന് നിങ്ങളിലുള്ള പദ്ധതി അതിശ്രേഷ്ഠമാണ്. നമ്മുടെ കൈകൾ കർത്താവിന് വിശുദ്ധമായിരിക്കണം. കണ്ണ് തന്നത് എല്ലാം കാണാനല്ല, നല്ലത് കാണാനാണ്. കാത് തന്നത് എല്ലാം കേൾക്കാനല്ല, നല്ലത് കേൾക്കാനാണ്. സ്തോത്രം. അതിരം തന്നത് വായി വരുന്ന എല്ലാം പറയാനുള്ളതല്ല. ആശം നമുക്ക് ആളുകൾക്ക് എന്തെങ്കിലും പറയുമ്പം അങ്ങ് അങ്ങ് കൈയൊക്കെ അങ്ങ് പെരുത്ത് വരും, എന്തേലും ഒന്ന് പറയണമെന്ന്. അന്നേരം ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ക്ലോസ് യുവർ ഐ ആൻഡ് മൗത്ത്, അല്ലേ? ചെവി വിരൽ വിടുക. സ്തോത്രം. ഒട്ടനെ ചിലർക്ക് ചില സ്വഭാവമുണ്ട്, ഒന്ന് പറഞ്ഞേലേ ഒക്കത്തുള്ളൂ. അയ്യോ, പറയണ്ട കേട്ടോ. എന്തിനാ വെറുതെ ദൈവകൃപ ചോർത്തിക്കളയുന്നത്? നമ്മള് കപ്പലിന്റെ അടിയിൽ ചെറിയ സുഷിരം വീണേച്ച് പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇതിന്റെ മണ്ടേ കയറി ഏഷ്യൻ പെയിന്റ് അടിച്ച് എങ്ങനെ ഇരിക്കും? പറഞ്ഞ കേട്ടോ. കപ്പലിന്റെ അടിയിൽ ചെറിയ സുഷിരമേ വീണിട്ടുള്ളൂ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? എന്നിട്ട് ഏഷ്യൻ പെയിന്റും കൊണ്ട് കയറിയിട്ട് കപ്പലിന്റെ മണ്ടയിൽ നടിക്കുക. ഇത് പെതുക്കെ പെതുക്കെ താഴോട്ട് താഴും, അല്ലെ? അതുകൊണ്ട് വ്യർത്ഥ സംസാരം ദൈവകൃപയെ ചോർത്തും. എഴുതി വെച്ചോണം. എന്താണ് വ്യർത്ഥ സംസാരം? ദൈവകൃപയെ ചോർത്തും. അതുകൊണ്ട് അപ്ലൈ യുവർ വേർഡ് ഇൻ ദ നീഡി പ്ലേസ് ഓൺലി. ആവശ്യമുള്ളിടത്ത് മാത്രമേ നിങ്ങൾ സംസാരിക്കും. മിതഭാഷിയാകുക. സ്തോത്രം. വെറുതെ വാചാലമായി സംസാരിച്ച് നടക്കുന്ന ശീലങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം. നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും വെറുതെ നിങ്ങൾ വ്യർത്ഥ സംസാരങ്ങൾ ചെയ്ത് ആവശ്യമുള്ളതിന് സംസാരിക്കുക. വാക്ക് പെരുകിയാൽ പാപമില്ലാതെ വരികയില്ല. അതുകൊണ്ട് നാം ചിന്തിച്ചത് എഴുന്നേറ്റ് പണിയും എന്ന് നെഹമ്യാവ് പറയുമ്പോൾ ഒരു ടീം വർക്കാണ്. ദ ന്യൂ ടെസ്റ്റ്മെന്റ് കൺസെപ്റ്റിൽ വരുമ്പോൾ കിങ് ഓഫ് കിങ്ങിന്റെ പാർട്ട്ണറായി നമ്മൾ മാറുന്നു, കോവർക്കറായി മാറുന്നു. പ്രൈസ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിച്ചത് ഈ ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിന്റെ വേലയിൽ പങ്കാളിത്തം വഹിപ്പാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. ആ മഹത്തായ വീണ്ടെടുപ്പുകാരനെ ലോകത്തിന് പ്രസന്റ് ചെയ്യാൻ കഴിയണം. അത് പ്രീച്ചിങ് അല്ല മെയിൻലി നടക്കുന്നത്. പിന്നെ എന്താണ് പോൾ പറഞ്ഞത്? ഞങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങൾ. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങള് വർക്ക് ചെയ്ത മിഷൻ ഫീൽഡിൽ നിന്ന് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ജാതികളായ ആളുകളാണ്, സമുദായക്കാരായ ആളുകളാണ്. ഞങ്ങളുടെ വിശ്വാസികൾ കരയുന്നതിനേക്കാൾ കൂടുതൽ കരഞ്ഞിട്ടുള്ളൂ. അവർക്ക് ഭയങ്കര വേദനയാണ് ഞങ്ങൾ പോകുമ്പോൾ. കാരണം അവരുടെ ഏത് കഷ്ടതയിലും കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞങ്ങളൊരു സത്രമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ തൊട്ടടുത്തൊരു ഹോട്ടലാണ്. ഞങ്ങൾ ഉറൂന്ന് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അവിടുന്ന് മാറേണ്ട ഒരു സമയം വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എങ്ങോട്ടാ മാറേണ്ടി? ഞാൻ പറഞ്ഞ വൈഫിനോട് പറഞ്ഞു, മക്കളെ പ്രാർത്ഥിക്കാം, കർത്താവ് എവിടെയാ സ്ഥലം കാണിക്കുന്നത്, അങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതാ ഇവിടുന്ന് സത്രമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവം കാണിക്കുന്നുണ്ട്. അവിടെ ബാങ്കിനടുത്ത് ഒരു വീടുണ്ട്, അവിടേക്കാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, വ്യക്തമായി വെളിപ്പാട് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു, അതിനടുത്തൊരു തേക്ക് ഉണങ്ങി നിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, വെളിപ്പാട് കറക്റ്റ് ആണോ? 3 വട്ടം കാണിച്ചു. ശരി, എന്നാ വണ്ടി എടുക്കാം. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ മൂവ് ചെയ്തപ്പോ ആ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞെടി, തേക്കൊന്നും ഇവിടെ കണ്ടിട്ടില്ല, നീ ചുമ്മാതെ പൊട്ടത്തരം പറയുവാൻ. എന്റെ ദൈവം എന്നെ കാണിച്ചാണെങ്കിൽ അവിടെ തേക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വീടിന്റെ സൈഡിൽ ഉണങ്ങിയ ഒരു തേക്ക് ഇപ്പുണ്ട്. എന്നോട് ദാണ്ട ഇതാ ദൈവം കാണിച്ചത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി കുറച്ച് നാൾ താമസിക്കാൻ ദൈവമാക്കിയത്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞങ്ങളവിടെ നോക്കിയപ്പോ ഒരു ഹോട്ടൽ തൊട്ടിപ്പുറത്തുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചെന്ന് ചോദിച്ചു, ഇവിടെ വീട് വല്ലതും റെന്റിനുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞെടി, നിന്റെ വെളിപ്പാട് തെറ്റി, ചുമ്മാതെ ആവശ്യമില്ലാത്തതൊക്കെ കണ്ടേച്ച് എന്നെ വഴി കെട്ട് വലിയോ? അല്ലച്ചാ, ഇവിടെ ഇത് തന്നെയാ ദൈവം എന്നോട് പറഞ്ഞു. ദൈവം പറഞ്ഞ അതുപോലെ നടക്കും. ഓക്കെ. അപ്പൊ ഞാൻ കടക്കാരനെ ചോദിച്ചു, പറഞ്ഞു ഇവിടെങ്ങും വീടില്ലെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഭാര്യ പുറകിൽ നിന്ന് ചായ അടിക്കുന്ന സൗകര്യം കേട്ടു. എന്താരായിട്ടാ, എന്തോ പറ്റി? എടി, ഇവിടെ ഒരു ആള് വന്ന് ചോദിക്കുന്നു വീടെങ്ങാണ് ഇവിടെ വാടകയ്ക്കുണ്ടോ എന്ന്.
ഉണ്ട്. ഇന്നലെ താണ്ട് സൂസമ്മ സാറിന്റെ വീട് മാറിയില്ല, ഈ തൊട്ടിപ്പുറത്തെ വീട്. അവരിന്നലെ എന്നോട് പറഞ്ഞേച്ചു പോയി, ഇവിടെ ആരെങ്കിലും റെന്റിന് വരുന്ന നല്ല ടീം ഉണ്ട് എന്ന് പറയണേന്ന്. ആ, എന്നോട് ചോദിച്ചു, കണ്ടോ കർത്താവ് കാണിച്ചത് ശരിയാന്ന്? ഞാൻ പറയും ശരിയാ. ഞങ്ങളവിടെ അവിടെ വെച്ചാണ് ഞങ്ങളുടെ മോൻ മോഷണമൊക്കെ പോകുന്നത്. ദൈവനെ തിരിച്ചു തന്നു. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം അവരുടെ കടയിൽ ജോലിക്കാർ വന്നപ്പോൾ ഭക്ഷണം കൊടുക്കാൻ തികഞ്ഞില്ല. ലോഡിങ്ങുകാർ വന്നത് ഓടി വന്ന് ചോദിച്ചു, മോളിക്കുട്ടി, ഒരാൾക്ക് ചോറ് കുറവുണ്ട്, കുറച്ച് ചോറ് തരാമോ? അപ്പോൾ വൈഫ് എന്ത് ചെയ്ത്, വീട്ടിൽ എപ്പോഴും ഒരു 4-5 പേർക്ക് എക്സ്ട്രാ ഫുഡ് വെച്ചേക്കും, കാരണം ഗസ്റ്റുകൾ മിക്കവാറും കാണും. അവൾ ആ കലത്തോടെ ആ ചോറെടുത്ത് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ചേച്ചിക്ക് ആവശ്യമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞു. ഇത് അവര് ഭയങ്കരമായി സ്വാധീനിച്ചു. അവരുടെ പല കഷ്ടതകളിലും ഞങ്ങൾ മുൻനിരയിലായിരുന്നു. സ്തോത്രം. പോരാ നേരം അവർ അലറിക്കരഞ്ഞു, കാരണം അവർക്ക് കർത്താവിന്റെ സ്നേഹം അറിയാനിടയായി തീർന്നു. സഹോദരങ്ങളെ, നാം ക്രിസ്തുവിന്റെ പത്രമാണ്, നാം ക്രിസ്തുവിന്റെ സുഗന്ധമാണ്, നാം കാരമുള്ള ഉപ്പ്. ഉപ്പിന്റെ പ്രത്യേകത എന്താ? മാങ്ങ പറിച്ചിട്ടാൽ 4 ദിവസം കഴിയുമ്പോൾ ഒന്നും പഴുക്കും, അല്ലെ പൊഴുത്തു പോകും, അല്ലേ? പക്ഷെ ഉപ്പിനകത്തിട്ടാലോ അവിടെ കിടക്കും, കേടുകൂടാ, അല്ലേ? നാം ഇന്ന് പലരും നിലനിൽക്കുന്നത് കാരമുള്ള ഉപ്പ് നമുക്ക് ചുറ്റും നിന്നുകൊണ്ടല്ലേ? അനേകരുടെ പ്രാർത്ഥനയല്ലേ? ഉണക്കമീൻ സൂക്ഷിക്കുന്ന എങ്ങനെയാ? ഉപ്പിനകത്തിട്ട്. ഉപ്പിന്റെ പ്രത്യേകത എന്താ? ലവണങ്ങളെ വലിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രീച്ചിങ് ഗോസ്പൽ എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് അതിങ്ങെടുക്ക് എന്ന് പറയണമെങ്കിൽ അതിന്റെ കവർ നന്നായിരിക്കണം. പായസം നല്ലതാ, പക്ഷേ കുഷ്ഠരോഗിയുടെ കൈ കൊണ്ട് വിളമ്പിക്കൊടുത്താൽ അത് ആരെങ്കിലും അംഗീകരിക്കും? ഇല്ല. സോ ക്രൈസ്റ്റിന് വേണ്ടി ജീവിക്കുക എന്നതാണ് പ്രൈമായിട്ടുള്ള കാര്യം. യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം കർത്താവിന്റെ ഒരു ശിഷ്യയായി നിങ്ങൾ ആയിരിക്കുന്നിടത്തായിരിക്കുന്ന ഒരു ശിഷ്യനായിട്ട്. അപ്പോസ്തല പ്രവൃത്തിയിലെല്ലാം വായിക്കുന്ന അവിടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ള വാക്കാണ്, നോട്ട് എ ബിലീവർ. വിശ്വസിച്ചവരെല്ലാം അവന്റെ ശിഷ്യഗണങ്ങളായി മാറി. അപ്പോൾ അതിൽ നിന്ന് എന്താണ് വരുന്നത്? മേക്ക് ഡിസൈപ്പിൾസ്. ഒരു ഐഡിയയിൽ നിന്ന് ഒരുപാട് ശിഷ്യഗണങ്ങൾ പുറത്തു വരണം. ഒരു മേഴ്സിയിൽ നിന്ന് ഒരുപാട് ശിഷ്യര് പുറത്തു വരണം. ഒരു ആനിയിൽ നിന്ന് ഒരുപാട് ശിഷ്യര് പുറത്തു വരണം. ഒരു സുബയിൽ നിന്ന് ഒരുപാട് ശിഷ്യര് പുറത്തു വരണം. ഒരു ഷാജി മാത്യുവിൽ നിന്ന് ഒരുപാട് ശിഷ്യര് പുറത്തു വരണം. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഡിവൈൻ കോളിംഗ്. നിങ്ങൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എൻജോയ് ചെയ്യുക, അതൊക്കെ എപ്പിക്കുര്യരുടെയും സ്തോയിക്കരുടെയും തത്വശാസ്ത്രന്മാരുടെ ചിന്താഗതികളാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഓവർ ചരുതിക്കാനും ഒരുപാട് കെട്ടിടം മേടിക്കാനും ഒരുപാട് സ്വത്തുണ്ടാക്കാനും പോകാനല്ല ദൈവം വിളിച്ചത്. ഒത്തിരി പണം അതിന് കുഴിച്ചിടാൻ പാടില്ല. നിങ്ങൾക്കുണ്ണാൻ വേണം, ഉടുക്കാൻ വേണം, തലമുറയ്ക്ക് വേണ്ടി കരുതൽ വേണം. ബട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, നിങ്ങളുടെ മുഖത്ത് തുണി മൂടുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ പറയണം ആ വേദിയിൽ, എൻ്റെ മമ്മ, she was a woman of prayer. എൻ്റെ മമ്മായിൽ നിന്നാണ് ഞങ്ങൾക്ക് യേശുവിന്റെ സ്നേഹം കിട്ടിയത്. മമ്മ കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ചു. മമ്മ ബൈബിളിൽ പറയുന്ന പോലെ ജീവിച്ചു. എൻ്റെ പപ്പ ബൈബിളിൽ പറയുന്ന പോലെ ജീവിച്ചു. പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഡാഡി യു ആർ റിയൽ. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പെയിൻ മറ്റ് പാസ്റ്റേഴ്സിൽ നിന്ന്, പ്രൊഫറ്റ്സിൽ നിന്ന്, ബിലീവേഴ്സിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവസാനം കറങ്ങി വന്നിട്ട് പറയും, ഡാഡി ഞങ്ങളുടെ മെയിൻ റോൾ മോഡൽ ഡാഡി. ഡാഡി ജീവിക്കുന്നു. ഡാഡി പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയില്ല, മിനിസ്റ്റർ ചെയ്തില്ല. ഡാഡി അന്നും ഇന്നും വിളിച്ചതിൽ ഫെയ്ത്ത്ഫുൾ ആയി നിൽക്കാൻ യേശു കൃപ നൽകി. ഡാഡിക്ക് ഒത്തിരി ശിഷ്യഗണങ്ങളാണ്. ഡാഡിക്ക് ഒരുപാട് ആത്മാക്കളുണ്ട്. ദാറ്റ് ഈസ് റിയൽ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് നാളത്തേക്ക് ജീവിക്കണമെങ്കിൽ ഇന്നേ കരയണം. നാളെ ദൈവത്തിന്റെ സാക്ഷിയായി കത്തണമെന്നുണ്ടെങ്കിൽ ഈ കരിന്തിരി മുറിച്ചു മാറ്റി അതിൽ എണ്ണ പകരണം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, ക്രിസ്തു തന്നെ
കർത്താവെന്ന് തെളിയിച്ച യഹൂദന്മാരുടെ വായെ അടപ്പിച്ചു മിണ്ടാതാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ എവറി ഡേ വി നീഡ് മോർ പവർ ആൻഡ് ഗ്രേസ്. ഇന്നലകളിൽ കിട്ടിയ 3 മുറി അന്യഭാഷ്യം കൊണ്ടൊന്നും എൻ ടൈം വരെ പോകാൻ പറ്റില്ല. എവറി ഡേ വി നീഡ് ഗ്രേസ്. ഓരോ ദിവസം നിങ്ങൾ ചങ്കുപൊട്ടിക്കരയണം. പാപത്തിന്റെ അംശം പോലും നമ്മളിൽ ഏൽക്കാതെ വണ്ണം ചെറിയ കാര്യത്തിന് വലിയ കഴുകൽ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിനായിട്ട് നമ്മുടെ ലൈഫ് വരണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല, വളരെ പാടാണ്. അതിന് പരിശീലനങ്ങൾ ശരിക്കും ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മഹാരാജാവിന്റെ വേലക്കാരാകിയാൽ ക്രൈസ്റ്റ് എന്ന ഫൗണ്ടേഷൻ അവിടെയാ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രൈസ്റ്റിലാണ്. അതാണ് ഫൗണ്ടേഷൻ. അവന്റെ അരിയിൽ വന്നിട്ട് ജീവനുള്ള കല്ലുകളായി ദൈവത്തിന്റെ ഗ്രഹം പണിയുകയാണ്. എന്റെ ചോദ്യം, നിങ്ങളെ പിശാചിനെ ദൈവം പണിതിരിക്കുന്ന ദൈവത്തിന്റെ മൂലക്കല്ലിനോട് ചേർത്ത് ബിൽഡ് ചെയ്യുന്ന ഈ കല്ലിനെ ഇളക്കി കളയാൻ പറ്റുമോ? നിങ്ങൾ പറ. എത്ര ഡിസ്കറേജ് ചെയ്യുന്ന വേഴ്സസ് കേട്ടാലും ഓർത്തോണം, കർത്താവ് പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എന്റെ സഭയെ പണി. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞേ? പാതാള ഗോപുരങ്ങൾ. പാതാളമുണ്ട്, അതിന്റെ പവറും ഒക്കെ ഉണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, ഇത് ഇരുട്ടിന്റെ നാഴിയാകുന്നു, ഇരുട്ടിന്റെ അധികാരവുമാകുന്നു. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്ന, എനിക്ക് അവനുമായൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ രാവിലത്തെ സെഷൻ, ഈ 63ാമത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ക്രൈസ്റ്റ് എന്ന ഫൗണ്ടേഷനിൽ, ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു പോയിന്റിലാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ്. എത്ര മാധുര്യമുള്ള കാര്യമല്ലേ? When you are alone, remember, കർത്താവ് കൂടെ ഉണ്ട്. ഇത് പരിശോധിക്കേണ്ട കാര്യമാണ്. കർത്താവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് 3 ദിവസത്തേക്ക് അപ്പനും അമ്മയും തിരക്കാതെ നടന്നു. പിന്നെ ബന്ധുക്കാരുടെ കൂടെ കാണുമെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ മോൻ വീട്ടിൽ ഇല്ലെന്ന് മനസ്സിലായി. യേശു ദൈവാലയത്തിൽ ഇരിക്കുകയാണ്. അത്രയും ഡിസ്റ്റൻസ് ഒന്നും പാടില്ല കേട്ടോ. വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ശോധന ചെയ്യണം, ഇന്ന് എന്റെ കർത്താവിനെ നോവിക്കുന്നവല്ലോ ഞാൻ പറഞ്ഞോ. നമ്മൾ പറഞ്ഞത് ചിലപ്പം കൂട്ടുകാരിയായിരിക്കും, അല്ലെ നാത്തൂനെ ആയിരിക്കും, അല്ലെ അനിയത്തി ആയിരിക്കും, അല്ലെ ചേട്ടത്തി ആയിരിക്കും. പക്ഷേ യോസഫ് പറഞ്ഞത് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുമെന്നാണ് ചോദിച്ചത്. സോ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ഒക്കെ വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ റിലേഷൻ വിത്ത് ദ കിങ്, പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജാവുമായിട്ടുള്ള ബന്ധമാണ്. കർത്താവുമായിട്ടുള്ള ആ ബന്ധം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3-ാം അധ്യായം അതിന്റെ 1 കൊരിന്ത്യർ 3:11 നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. നോക്കുക, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ, അപ്പൊ ഫൗണ്ടേഷൻ, അതിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ക്രൈസ്റ്റ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള കിങ്ഡം ബിൽഡിംഗ്, ദൈവരാജ്യം പണിയുന്നവരായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് അബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ്. എന്താ? ദൈവമായിട്ടുള്ള ബന്ധമാണ്. എല്ലാം ക്രിസ്തുവിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത് ഏറ്റവും വലിയൊരു ഡിനോമിനേഷന്റെ ആളാണ് ഞാൻ, അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് മിനിസ്ട്രിയിലാണ്, അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ കവറിംഗ് ആണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കാറുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഫെലോഷിപ്പോ മിനിസ്റ്റീരിയൽ അസോസിയേഷനോ ഒക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്?
നമ്മൾ പലപ്പോഴും പല മഹത്തായ കാര്യം നെഗ്ലക്ട് ചെയ്താണ് പോകുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? യെസ്, അവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ കിങ്. സ്തോത്രം. but not a denomination, not a church. മനസ്സിലായോ? ഒരു അസോസിയേഷന്റെ ലെവലിലേക്ക് പോകുന്നതിലുള്ള ദുരഭിമാനമല്ല നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗോഡ്സ് കിങ്ഡം ഈസ് നൈദർ മൈൻ ഓർ യുവർ. ഇത് ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ അല്ല, എൻ്റെ അല്ല, പിന്നെ ആരുടെയാ? ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് മത്തായി 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. യുവർ കിങ്ഡം കം, യുവർ വിൽ ബി ഡൺ ഓൺ ദി എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. ഓക്കെ, നിന്റെ രാജ്യം വരണമേ, എന്റെ രാജ്യം വരണേന്നല്ല. അപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല. ഇന്ന് അങ്ങനെയല്ലേ ചെയ്തു വരുന്നത് ജനങ്ങൾ? അവരവരെ ഹൈലൈറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പോവുകയല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? യെസ്, യുവർ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ രാജ്യം വരണം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ആ സൗരഭ്യം, അല്ലെ? കർത്താവിന്റെ കൂടെ നടന്നാൽ നമ്മൾ ഏത് സ്ഥലത്ത് ഒളിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. ശിമോന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ ആളുകൾ ചോദിച്ചു, നീയും ഗലീലക്കാരനാണല്ലോ, നീയും യേശുവിന്റെ കൂടെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിന്റെ ഇരിപ്പും ഒക്കെ കണ്ടിട്ട് തോന്നും. അപ്പൊ മറിഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവിന്റെ കൂടെ നടന്ന അതിന്റെ മണവും ഗുണവും രുചിയും നിറവും ഒക്കെ വരുമെന്ന്, ആ സ്വഭാവമൊക്കെ വരും. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നെഹമ്യാവ് പറഞ്ഞത് എന്താണ്? അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഓർത്തിരിക്കണം, നിങ്ങൾ എവിടെ തനിയാണെങ്കിലും ഓർക്കണം, കിങ് ഓഫ് കിങ് നിന്റെ മുറിയിലുണ്ട്, നിന്റെ വർക്ക് പ്ലേസിലുണ്ട്, നീ ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ട്, നിന്റെ ഫാമിലി ലൈഫിലുണ്ട്. wherever you go. ആമേൻ. നിങ്ങൾ എവിടെയായിരുന്നാലും ആ മഹത്തായ പ്രസൻസ് അനുഭവിക്കുന്ന ഒരു കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. യെസ് കർത്താവേ, ആ ഒരു പ്രസൻസിനായി സ്തോത്രം. ആ പ്രസൻസിനായി നന്ദി പറഞ്ഞാണ്. നമുക്ക് 1-2 മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആമേൻ. താങ്ക് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു വരികയായിരുന്നല്ലോ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തി. നമ്മൾ 8-ാമത്തെ അധ്യായം മുതൽ 10-ാമത്തെ അധ്യായം വരെ നമ്മൾ കണ്ടത് ഒരു വലിയ ഉണർവിനെ കുറിച്ച്, എസ്രായുടെയും നെഹമ്യാവിന്റെയും നേതൃത്വത്തിൽ ഉള്ള ഉണർവിനെ കുറിച്ചും നമ്മൾ ചിന്തിപ്പാനിടയായി. ആ ഭാഗത്തിൽ നിന്നും അല്പകാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കേണ്ടതിനായി ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്നു, എന്നാൽ അത് വിട്ടുപോയത് ഇടയ്ക്കൊന്ന് ഓർപ്പിക്കുകയാണെന്ന് മാത്രം. ശരിയായ ഉണർവ് എന്താണ്? സ്തോത്രം. എന്താ ഉണർവ്? നമ്മൾ ചില സ്ഥലങ്ങൾ പറയൂ, എന്തോ ഒരു ഉണർവായിരുന്നു ഇന്നത്തെ പാട്ട്. പക്ഷെ ഞായറാഴ്ച വന്ന് കൊട്ടുപോയിട്ടിരിക്കുകയല്ലേ, അപ്പൊ ഉണർവായിരുന്നോ? എന്താണ് റിയലായിട്ടുള്ള ഉണർവ് എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 8-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മീയ ഉണർവിന്റെ ലക്ഷണങ്ങൾ എന്ന് ഹെഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ദ സൈൻ ഓഫ് ദ റിയൽ റിവൈവൽ. യഥാർത്ഥമായ ഉണർവിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഉണർവിന്റെ ലക്ഷണങ്ങൾ ദൈവവചനത്തിന് മുമ്പിൽ അത് കരയാനും പരിശോധിപ്പാനും ശോധന ചെയ്യാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ ഉണർവിന്റെ തുടക്കം തന്നെ. അഥവാ റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിലേക്ക് തിരിച്ചു വരിക. കർത്താവ് അതിന് പറഞ്ഞിരിക്കുന്നത് പഴയ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ചട്ടങ്ങളും
എൻ്റെ നിയമങ്ങളും എൻ്റെ വിധികളും. നിങ്ങൾക്കറിയാലോ, ചില രാജ്യങ്ങൾക്ക് ലൈസൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുണ്ട് ഇവിടെ ചാറ്റനൂങ്കയിലുള്ള, ടെന്നസിയിൽ ചാറ്റനൂങ്കയിൽ. ആ സഹോദരി ഒരുപാട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുകയും ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്താണ്. പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നതുകൊണ്ട് ഒരു രാത്രി 1:30 ഭർത്താവ് മഞ്ഞത്ത് ഏകമകനെയും കൊണ്ട് ഇറക്കി വിട്ടു. ഇനി നീ പെന്തിക്കോസ്തിൽ പോകത്തില്ലെന്ന് തീരുമാനം എടുക്കുമ്പോൾ തിരിച്ചു വന്നാൽ മതിയെന്ന്. അവര് ആ മഞ്ഞത്ത് പൊടിക്കുഞ്ഞിനെ കൊണ്ട് പോയി. വേറെ നിവൃത്തിയില്ല. ചില നാളുകൾ മാറി താമസിച്ചു. അവർ ദൈവത്തിന് നിരന്തരം കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവനെ ദൈവം സന്ദർശിച്ചു, രക്ഷയിലേക്ക് വന്നു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ആ സഹോദരി ലൈസൻസ് എടുക്കാനായിട്ട് പോവുക. അപ്പൊ ഹസ്ബൻഡിനും പുള്ളിക്കാരിക്കും കൂടെ ഒരേ ദിവസമാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ നാത്തുമാരെല്ലാം പറഞ്ഞു, എടി നീ തോറ്റ് തുന്നം പാടത്തേ ഉള്ളൂ, നിനക്ക് അമേരിക്കയിൽ ലൈസൻസ് കിട്ടും. അപ്പോൾ ആ പുള്ളിക്കാരി ഇത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്ന അപൂർവം സഹോദരന്മാരിൽ ഒരാളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ ആ ഇൻസ്ട്രക്ടർ, ഇത് ടെസ്റ്റ് ചെയ്യുന്ന ആള്, ഈ പുറയിലിരുന്ന് പുള്ളിക്കാരി ഇങ്ങനെ അബാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ആരോടാ സംസാരിക്കുന്നേ? അപ്പം സൂസൻ ഇങ്ങനെ പറയാനിടയായിത്തീർന്നു, ഐ എം ടോക്കിംഗ് ടു മൈ ഗാഡ്, ഹെവൻലി ഫാദർ. പ്രൈസ് ഗോഡ്. ഓ, നിന്റെ ഹസ്ബൻഡ് നന്നായിട്ട് വണ്ടി ഓടിച്ചു. ഐ നോ യു ക്യാൻ ആൾസോ വിൽ ഡ്രൈവ് വെരി വെൽ എന്ന് പറഞ്ഞേച്ച് പുള്ളിക്കാരിയുടെ പേപ്പർ മേടിച്ച് ഒപ്പിട്ട് കൊടുത്തു. പുള്ളിക്കാരിയും കൊണ്ട് ഡ്രൈവ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. He can do more than what we think. Praise God. Impossible എന്ന് തോന്നുന്നത്, നടക്കത്തില്ല എന്ന് തോന്നുന്നു. എൻ്റെ സഹോദരങ്ങളെ, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഇന്നലെ നമ്മൾ കേട്ടു, ശീമോൻ ഒരു രാത്രി മുഴുവൻ പല കടവുകളിൽ പോയി ആവുന്ന പരിശ്രമിച്ചൊന്നും കിട്ടിയില്ല. പക്ഷേ കർത്താവിന്റെ സന്നദ്ധിയിൽ കുറച്ചു നേരം വചനം കേൾക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവനിൽ ജനറേറ്റ് ചെയ്തത് ഗ്രേറ്റ് ഫെയ്ത്ത്, നോട്ട് ലിറ്റിൽ ഫെയ്ത്ത്. വലയിറക്കാത്ത താമസം അവന്റെ നന്മ വാതുക്ക വന്ന് കിടക്കുകയാണ്. യേശുവിന്റെ വാക്കിൽ ആ വലയിൽ വരേണ്ടതെല്ലാം സമീപത്ത് വന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ വലയിൽ നിറവ് വരണമോ? സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, സ്പെൻഡ് ടൈം വിത്ത് ജീസസ്. നമ്മൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നതിലൊന്നും അല്ല കാര്യം. നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത വേണം, നിങ്ങളുടെ പ്രൊഫഷണൽ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, നല്ല മോഡലായിരിക്കണം. ആ കമ്പനിയിൽ നിങ്ങൾ റിട്ടയർ ആയാലും പറയണം, പ്രൈസ് ലോർഡ്, അയ്യോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സ്റ്റാഫായിരുന്നു അത് എന്ന് പറഞ്ഞ് അവർ കണ്ടിന്യൂ നിങ്ങളെ ഓർക്കണം. നല്ല ഓർമ്മകൾ, തെറ്റായ കാര്യങ്ങൾക്കല്ല, നല്ല കാര്യത്തിനുള്ള ഓർമ്മകൾ അവിടെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തേച്ച് വേണം നിങ്ങൾ റിട്ടയർമെന്റ് എടുക്കാൻ. ആമേൻ. അതുകൊണ്ട് നല്ല നല്ല ക്യാരക്ടർ അവിടെ നമ്മളിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമം കൊണ്ട് നടക്കട്ടെ. അപ്പൊ ഉണർവിന്റെ ലക്ഷണം ഒന്ന്, ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതാണ് ആ വചനം കേട്ടപ്പോൾ എന്ത് ചെയ്തു? കരയും. സ്തോത്രം. ദൈവവചനം ഒരിക്കലും കോമഡി അല്ല. ദൈവത്തിന്റെ വചനം റിയലാണ്. ദൈവത്തിന്റെ വചനം കേവലം തത്വശാസ്ത്രങ്ങളല്ല. ദൈവത്തിന്റെ വചനം ലിവിങ് വേർഡാണ്. സ്തോത്രം. അതുകൊണ്ട് ഗോഡ്സ് വേർഡ് ഈസ് വെരി പവർഫുൾ. അത് അൺചേഞ്ചബിൾ ആണ്, അത് ഡിവൈനാണ്. ആമേൻ. ഞാൻ അതിൻ്റെ 8 കൂട്ടം കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടും കയറുന്നില്ല. ഓർക്കുക, യഥാർത്ഥ റിവൈവൽ ദൈവവചനത്തിലേക്ക് തിരിച്ചു വരിക. ഓരോ ദിവസവും ഈ വചനം എന്ന കണ്ണാടിയിലൂടെ നമ്മൾ പരിശോധിക്കണം. അപ്പുറത്തെ ശോശാമ്മ ശരിയല്ല, ഏലിക്കുട്ടി ശരിയല്ല, ചിന്നമ്മ ശരിയല്ല, സൂസമ്മ ശരിയല്ല എന്ന് പറയുന്ന ചിന്താഗതികൾ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. കാരണം എനിക്ക് എന്നെ തിരുത്താൻ ഒത്തിരി ഉണ്ട്, എന്നെ കറക്റ്റ് ചെയ്യാൻ ഒത്തിരി ഉണ്ട്, എനിക്ക് ഏറ്റുപറയാൻ ഒത്തിരി ഉണ്ട്, എനിക്ക് തിരിച്ചു വരാൻ ഒത്തിരി ഉണ്ട്. ഈ ചിന്ത നമ്മളെ ഭരിക്കണം. സ്തോത്രം. അങ്ങനെ ഭരിച്ചാൽ
പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണിൽ ആമേൻ കോലിനും പിന്നെ വരികയില്ല. സ്തോത്രം, സ്തോത്രം. ഒരാളിൽ വീഴ്ച കേട്ടു അല്ലെ കണ്ടു, ഒരാളിൽ മിസ്റ്റേക്ക് കണ്ടു അല്ലെ കേട്ടു, അത് ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ അകപ്പെടരുത്. കാരണം ദാവീദ് പറയുന്നു, ഞാൻ സഭയുടെ സംഘത്തിന്റെ നടുവിൽ ഏകദേശം സകലവിധ ദോഷത്തിലും അകപ്പെട്ടു പോകുവാൻ സംഗതി വന്നുപോയല്ലോ എന്ന് പറവാൻ നിനക്ക് ഇടവരരുത്. നാം മറ്റുള്ളവരെ തണുപ്പിക്കാൻ വിളിച്ചെങ്കിൽ നമ്മളും സെയിം ഫ്ലഷിലല്ലേ ജീവിക്കുന്നത്. നോട്ടത്തിൽ തെറ്റാം, സംസാരത്തിൽ തെറ്റാം, കൊടുക്കൽ വാങ്ങൽ തെറ്റാം, അതേ ചിന്തകളിൽ തെറ്റാം, സമീപനങ്ങളിൽ തെറ്റാം. കുറവാർക്കും സംഭവിക്കാമല്ലോ. കാരണം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ലല്ലോ. വളരെ ഭയപ്പെടേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ലക്ഷണം ഹൃദയവിശാലതയാണ്. 8-ാമത്തെ അധ്യായം 10-12 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. നോക്കുക, ചില ആളുകൾ ചില വീട്ടിൽ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുകയില്ല. കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകും. കുടിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല കൊണ്ടുപോകുന്നത്, ആ വീട്ടിൽ നിന്ന് കുടിക്കത്തില്ല. അവർ ചിന്തിക്കുന്നത് താണജാതിയിൽപ്പെട്ടവരുടെ നിന്ന് വെള്ളം കുടിക്കുന്ന എങ്ങനെ അയിത്തം. ഒരു അപ്പത്തിന്റെ അംശികളാവുമ്പോൾ ആ ചിന്താഗതികളിൽ നിന്ന് നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. We all are brothers and sisters in Christ. ക്രിസ്തുവിൽ ഒരു കുടുംബത്തിലെ മക്കളാണ്, ഒരു അപ്പത്തിന്റെ അംശികളാണ്, ഒരു പാനീയത്തിൽ നിന്ന് കുടിക്കുന്നവരാണ്, ഒരു രാജ്യത്തിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ള ഉൾക്കാഴ്ച വരുമ്പോൾ മാത്രമേ നമുക്ക് ഹൃദയവിശാലത ഉണ്ടാകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അടുത്തത് 9, 10, 11 വാക്യങ്ങളിൽ കാണുമ്പോൾ കർത്താവിന്റെ ഒരു വിശുദ്ധ ദിവസത്തെ അവർ വേർതിരിച്ചതായി കാണുന്നു. വിശുദ്ധ സഭായോഗത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തു. ഞായറാഴ്ച പന്നിയിറച്ചിയും മേടിച്ച് മട്ടനും മേടിച്ച് ഇന്ന് ഓഫ് ഡേ അല്ലേ, ഇന്ന് വല്ല ഒന്ന് ചൊവ്വയൊന്ന് കഴിക്കാം. കഴിക്കുന്നത് തെറ്റല്ല, നല്ല ഫുഡ് കഴിക്കണം. കൊളസ്ട്രോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അതിനൊന്നും പ്രോബ്ലം ഇല്ല. നിങ്ങൾ ഇടയ്ക്ക് ഫാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാറ്റ് എല്ലാം ഒന്ന് റെഡിയായി വരും, നല്ലതാ. ചില ചോദിക്കും, ഷുഗറുകാർ ഫാസ്റ്റ് എന്തോ ചെയ്യും? എൻ്റെ വൈഫും 2 നേരം ഷുഗറിന് മെഡിസിൻ എടുക്കും. ചില സമയത്ത് അവൾ എൻ്റെ കൂടെ 40 days ഇരുന്നിട്ടുണ്ട്. ഒരു നേരം പോലും കഴിക്കാതെ ദിവസം ഇരുന്നിട്ടുണ്ട്. അതൊരു കൃപയാണ്. അങ്ങനെ ദൈവം കൃപ തന്നാലേ നമുക്ക് ഇരിക്കാനൊക്കത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, വിശുദ്ധ ദിവസം നമ്മുടെ കാര്യാതി നോക്കാനല്ല എഴുതിയിരിക്കുന്നത്. ഐ എം സോറി, നിങ്ങൾ ഡ്യൂട്ടിയിലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. എന്നാൽ ആ വിശുദ്ധ ദിവസത്തിന്റെ വാല്യൂസ് നിങ്ങൾക്ക് ഡ്യൂട്ടി വീണു, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തേ പറ്റൂ. അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ കാര്യം. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ചെയ്യാനായി കഴിയും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം. ഓക്കെ, അതുകൊണ്ട് 10-11 വാക്യങ്ങളിൽ ഉണർവിന്റെ മറ്റൊരു ലക്ഷണം. അപ്പൊ ഉണർവിന്റെ ഒന്നാമത്തെ ലക്ഷണം ദൈവവചനത്തിലേക്ക് തിരിച്ചു വരിക, ഹൃദയത്തിന് വിശാലത ഉണ്ടാകുക, ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ബലപ്പെടുകയും ചെയ്യുക. പിന്നെ ആരാധനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് റിവൈവലിന്റെ ഒരു ലക്ഷണമാണ്. മറ്റൊന്ന് ഒരു കാര്യം, ദുഃഖത്തിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നും ഒരു വിമോചനം ഉണ്ടാകുന്നു. 10-11 നെഹമ്യാ 8-ന്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നതാണ് ആ ഒരു വിമോചനത്തിലേക്ക്. എല്ലാ സഫറിങ്സിൽ നിന്നും, എല്ലാ പെയിനിൽ നിന്നും, എല്ലാ ആഗണിയിൽ നിന്നും ഒരു റിലീസ് ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്മ ചെയ്യുന്നതിലുള്ള സന്തോഷം. ചില ആളുകൾ ഒരു നന്മയും ചെയ്യത്തില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യും. അത് റിവൈവലിന്റെ ലക്ഷണമല്ല. നാം നമ്മുടെ കൈ മുറുക്കി പിടിച്ചാൽ ദൈവം മുറുക്കി പിടിക്കുമെന്ന് ഒരു അപ്പച്ചൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നു, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഗലാത്യ ലേഖനം അവസാനത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നു നോക്കിയേ. അതിൻ്റെ
6-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6-7 വാക്യം. ഓക്കെ, സംഭടിക്കാൻ വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അടുത്തത് വഞ്ചനപ്പെടാതിരിക്കുവിൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വചനം പഠിക്കുന്നവർ ഓഹരി കൊടുക്കണമെന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. തൊട്ട് താഴെ വായിക്കുന്നത് എന്താണ്? അതെ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സൗരങ്ങളെ, ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ പെർസെൻറ്റേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 30%, 60%, 100%. വിതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു അതാ പറഞ്ഞത്. നല്ല നിലത്ത് വീണത് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആകുന്നു? 30, 60, 100. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, പങ്കുവയ്ക്കുന്ന വിഷയം, അതിന്റെ ഫ്രൂട്ട് ദൈവത്തിന്റെ കണക്കിൽ വരുന്നത് അത് 30, 60, 100 മേനിയായി വിശ്വസിച്ച് സ്തോത്രം ചെയ്യണം. നിങ്ങൾ സോ ചെയ്തതെല്ലാം, വിതച്ചതെല്ലാം ഇതിന്റെ പുറകെ 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 വരും. അപ്പൊ ദൈവത്തിന്റെ കണക്കിൽ ഏറ്റവും മിനിമം റിട്ടേൺ കൊടുക്കുന്നത് 30%, അല്ലെങ്കിൽ 60%, അല്ലെങ്കിൽ 100% ആണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹൃദയത്തിൽ നല്ല മനസ്സുണ്ടായിരുന്നവരൊക്കെയും കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ഇൻവെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഒരു പ്രയാസത്തിലോ ഒരു ബുദ്ധിമുട്ടിലോ ആകരുത്. നിങ്ങൾ എവിടെ ചെയ്താലും, ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്താൽ, നിങ്ങളുടെ ചർച്ചിലാകട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനാകട്ടെ, ഏതെങ്കിലും രാജ്യങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ ഏത് മിനിസ്ട്രീരിയൽ കാര്യങ്ങൾക്കോ ആകട്ടെ, ചോദിച്ചല്ലോ അങ്ങനെ കൊടുക്കാം. ദൈവം ആർക്കും കണക്കാരനല്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിധവയുടെ 2 ചില്ലിക്കാശായിരിക്കും. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഭണ്ഡാരത്തിൽ ഏറ്റവും വലിയ റിച്ചായിട്ട് ദൈവം കണ്ടത് അതാ. ആ 2 വെള്ളിക്കാശ് കർത്താവ് പറഞ്ഞ് ധനവാന്മാരെല്ലാം ധനത്തിൽ നിന്നിട്ടു. അംബാനി കൊണ്ടുവന്ന് പിന്നെ 1 ലക്ഷം രൂപ സ്വത്രകാഴ്ച ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയുടെ കാര്യം പോലും ഇല്ല. പക്ഷെ കൂലിപ്പണിക്കാരെയായ ഓരോ വീട്ടിലും പോയി ഓരോ മണിക്കൂർ പാത്രം കഴുകി കൊടുക്കുന്ന ഒരു സഹോദരി കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ 5 ദറംസ് ഇടുകയാണെങ്കിൽ കർത്താവ് നോക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 പൗണ്ട് ഇട്ടു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 50 സെന്റ് ആയിട്ടത്, അത് $1 ആയിട്ടത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അങ്ങനെ കർത്താവ് പറഞ്ഞ എന്താണ്? അവളുടെ ഉപജീവനം മുഴുവൻ ദൈവസന്നിധിയിൽ കൊണ്ടിട്ടു. നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല എൻ്റെ മാധുര്യം. നിങ്ങളുടെ നന്മ ഒരിക്കലും ഒരു മനുഷ്യർക്കും തടയാൻ പറ്റില്ല കേട്ടോ. ഞാനത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളോട് പറയാം. ഞാൻ ഒരിക്കൽ ഒരു സൈക്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 2 സൈക്കിൾ ദൈവം തന്നു. അപ്പോൾ എൻ്റെ കൂട്ടുവേലക്കാരൻ അന്ന് ഗുജറാത്തിൽ ഞങ്ങൾ ഭുജിൽ നിന്ന് അദ്ദേഹം ഹിക്മത് നഗറിന് പോവാ. അപ്പൊ എന്നോട് പറഞ്ഞു, എടോ കർത്താവ് ഇയാൾക്ക് 2 സൈക്കിൾ തന്നല്ലോ, എനിക്ക് ഒരെണ്ണം തരാവോ? എനിക്ക് വേലയ്ക്ക് പോകാൻ വണ്ടിയില്ല. അപ്പൊ 1 സൈക്കിൾ എനിക്ക് പുതിയതാ കിട്ടിയത്, ഒരെണ്ണം അത്യാവശ്യം 10-15 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു, ഷിബു ഇഷ്ടമുള്ള സൈക്കിൾ എടുത്തോളാൻ പറഞ്ഞു. ഇല്ല ബ്രദർ, എനിക്ക് തന്നാ മതി. സ്തോത്രം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു പുത്തൻ സൈക്കിൾ കൊടുത്തു. കാരണം ഒരാഴ്ച ആ സൈക്കിൾ മേടിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. ആ സൈക്കിൾ കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരന് ട്രാൻസ്ഫർ ആയി. സ്തോത്രം. എയർഫോഴ്സിലുള്ള. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ സൈക്കിൾ കൊണ്ടുപോകുന്നില്ല, കർത്താവിന്റെ വേലയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് സൈക്കിൾ തന്നേച്ചു പോയി. ഇതറിയാതെ വേറൊരു സഹോദരന് ട്രാൻസ്ഫർ ആയി സൈക്കിൾ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ 2 സൈക്കിൾ ആയല്ലോ. അപ്പൊ ഞാൻ പുതിയ സൈക്കിൾ കൊടുത്തപ്പോൾ അദ്ദേഹം കരഞ്ഞു. അയ്യോ, പുതിയത് വേണ്ട, എനിക്ക് പഴയത് മതി. ഞാൻ പറഞ്ഞില്ലല്ലോ, കാരണം കർത്താവ് എപ്പോഴും തരുമ്പോൾ ബെസ്റ്റേ തരാറുള്ളൂ. സോ ഐ മസ്റ്റ് ഗീവ് ദ ബെസ്റ്റ് ഫോർ ദ ലോർഡ്. ഞാൻ പറഞ്ഞു, ഷിബുവിനല്ലേ ഇത് തരുന്നത്, ഇത് കർത്താവിനാ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചവിട്ടിയാലും എൻ്റെ നെഞ്ചിന് വേദന. ഈ പഴയ കറാപുറ എന്ന് ശബ്ദമായി ഈ പഴയ സൈക്കിളും.
ഇപ്പൊ ഗ്രാമങ്ങൾ 10, 25, 30 കിലോമീറ്റർ സൈക്കിളിൽ ചവിട്ടിപ്പോയാൽ ഓരോ വില്ലേജ് കവർ ചെയ്യുന്നു. അപ്പൊ ഞാൻ 1 മാസം ചവിട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ നെഞ്ചുവേദന വന്ന് ഞാനൊരു മരച്ചവിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഏറ്റവും കൂടുതൽ കഷ്ടം സഹിപ്പാൻ എനിക്കാ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ പുതിയ സൈക്കിൾ കൊടുത്തത്, മറ്റേ നല്ല സ്മൂത്താ. അപ്പൊ ഞാൻ ആ ഒരു മരച്ചവിട്ടി ഇരുന്ന് കർത്താവിനോട് സങ്കടമല്ല, മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഒരു ലൂണ എങ്കിലും കിട്ടിയാൽ ഇച്ചിരൂടെ സമയം സേവ് ചെയ്ത് വേല ചെയ്യും. അന്ന് വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നിനക്ക് ഈ മാസം ഞാൻ നിനക്ക് 2 വീലർ തരും. അപ്പോൾ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാളുടെ ഒരു സ്ഥലത്ത് ചെല്ലാൻ ദൈവാത്മാവിനോട് എന്നോട് പറഞ്ഞു, ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു നിനക്കൊരു 2 വീലർ മേടിച്ചു തരാൻ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഞാൻ അവിടെ ചെന്ന്, പ്രായമുള്ള ഒരു അപ്പച്ചനാണ്, ഞാൻ അപ്പച്ചനെ കണ്ട്, ഞാൻ ഇതിന് വന്നയാണെന്നൊന്നും പറയാൻ പോയില്ല. ഞാൻ അവിടെ ചെന്നു, കണ്ടു, ഭക്ഷണമെല്ലാം കഴിച്ചു, അവിടുത്തെ കിച്ചണിലെ കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്തു. അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അപ്പൊ ഞാനൊന്നും പറയാൻ പോയില്ല. ദൈവം ഒരാളോട് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്തോത്രം. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ ഞാനിങ്ങനെ തമാശന് കർത്താവിനോട് ചോദിച്ചു, വെറുതെ 60 കിലോമീറ്റർ എന്നെ യാത്ര ചെയ്യിപ്പിച്ചിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ കർത്താവ് എന്നാ പരിപാടിയായി കാണിച്ചതെന്ന് ഞാനിങ്ങനെ, നമുക്ക് കർത്താവിനോട് വഴക്കുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം, എന്തും ചെയ്യാമല്ലോ. സ്തോത്രം. അപ്പൊ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു. കാരണം അന്നത്തെ കാലത്ത് പരിമിതമാണ് ഇൻകം. കിട്ടുന്നത് ഞെരുങ്ങി ഉണക്കറൊട്ടി മേടിച്ചേച്ച് ബാക്കി പൈസ ബൈബിൾ സൊസൈറ്റിക്ക് അയച്ചു കൊടുത്തെങ്കിൽ ട്രാക്ട് കിട്ടത്തുള്ളൂ, ന്യൂ ടെസ്റ്റ്മെന്റ് കിട്ടത്തുള്ളൂ, ഔട്ട്റീച്ചിന്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ അവനോട് കൽപ്പിച്ചതാ, അവൻ നിനക്ക് തരാഞ്ഞതാ. ഞാൻ പറഞ്ഞു, ശരി കർത്താവേ, സാരമില്ല. പിറ്റേ ആഴ്ച ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ നേരെ അവിടെ ചെല്ലുക, ഞാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ട്, അവനിപ്പോ കിടപ്പില്ല. അയ്യോ, സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ പോകത്തില്ല. കൂടെ സഹോദരൻ നിന്നെ കൊണ്ട് മുഷിയാതിരിക്കേണ്ടതിന് നീ കൂടെ അവന്റെ വീട്ടിൽ ചെല്ലരുന്നാ പറഞ്ഞു. നീ ഭക്ഷണപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചോളൂ, വീട്ടിൽ ആവശ്യത്തിന് നിങ്ങൾ കഴിച്ചോണം. ഒരു പൊതുവേദിയിൽ ഒരു വീട്ടിൽ പോകുമ്പോൾ ആക്രാന്തം കാണിച്ച് എല്ലാം കൂടെ വലിച്ചു വാരി അങ്ങ് തിന്നരുത്. അതിനകത്തെല്ലാം ഒരു മിനിമം വെക്കണം. അപ്പൊ ദൈവം എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോ ആ അപ്പച്ചൻ സിക്കായി കിടക്കുക. അപ്പൊ അപ്പച്ചനോട് ഞാനൊന്നും പറയുന്നില്ല. അപ്പച്ചൻ എന്നോട് പറയാ, ഷാജിഭായി, നീ സൈക്കിളിൽ ഇനി വേല ചെയ്യണ്ട, നീ ഒരു 2 വീലർ മേടിക്കണം. അപ്പൊ ഞാൻ മിണ്ടായിരുന്നു കേൾക്കുക. അപ്പം അപ്പച്ചൻ പെട്ടെന്ന് പെട്ടി തുറന്നേച്ച് 10,000 രൂപ എടുത്ത് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, പോയി വണ്ടി മേടിക്കുക. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്നറിയാം, കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നിയതാ, പക്ഷെ അന്നേരം പറയാൻ പറ്റിയില്ല. ഹലോ, കഴിഞ്ഞ ആഴ്ചയിലെ ഞാൻ പറഞ്ഞതാ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു വണ്ടി മേടിച്ചു. ഞാൻ അവിടുത്തെ മിനിസ്ട്രി കഴിഞ്ഞ് പോകാൻ നേരം ആ വണ്ടി ചർച്ചിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആൻഡമാൻസിൽ ചെന്ന് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ അനേകം മൈലുകൾ നടന്ന പ്രവർത്തനങ്ങൾ ചെയ്ത്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഗസ്റ്റുകൾ വന്നാൽ ആരും അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തു. അവർ പറയും, ഇവിടെ ഷാജി പാസ് ഉണ്ട്, അവിടെ ചെന്ന ആരെ സ്വീകരിക്കും. അങ്ങനെ ഒരു മാതാവിനെ ഞങ്ങൾ 56 ദിവസം അവരെ എൻ്റെ വൈഫ് നോക്കി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. അവർ മടങ്ങിപ്പോകുന്നതിൻ്റെ 3 ദിവസത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ നാളെ എൻ്റെ കൂടെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു, എവിടാ അമ്മച്ചി? അത്യാവശ്യമാണ്, ഒരു സ്ഥലം വരെ വരണം. ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാരനോട് പറയാ, ആ ചാവി ഇഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞു, എന്തിട്ട് ചാവി? ഈ ഇരിക്കുന്ന 2 വീലർ ഇന്നലെ എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ ഇതിന് പൈസ കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുക, ഇത് പാസ്റ്റർക്ക് വേണ്ടി. Praise God. God is faithful. So, വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ 12ാം വാക്യത്തിൽ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. ഇൻവെസ്റ്റിംഗ് ഗാഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്, ഇത് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ 2ാമത്തെ മോനെ ക്യാരി ചെയ്യുന്ന സമയത്ത്
വൈഫ് പറയാറുണ്ട്, പലപ്പോഴും പട്ടിണിയായിരുന്നു. ഞാൻ മിനിസ്റ്റർ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പറയും, എടി മക്കളെ വല്ലതും കഴിച്ചോ? ഇന്ന് ഉച്ചയായപ്പോൾ 4-5 പേര് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു, അവർക്കെല്ലാം വീതം വെച്ച് കൊടുത്തു, പലപ്പോഴും പട്ടിണിയായിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഒരു ദിവസം അരി അടപ്പയിടാനായിട്ട് ഇങ്ങനെ വെള്ളം അടപ്പ വെച്ചു എന്നപ്പോൾ അയൽവാസിയായ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, കൊച്ചമ്മ 2 ദിവസമായി കഞ്ഞി വെച്ചിട്ട്, അതുകൊണ്ട് വല്ലതുകൊണ്ട്. അവൾ അന്നേരം അരി എടുത്തു കൊടുത്തു. സ്തോത്രം. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ 10 കിലോ അരിയുടെ പാക്കറ്റുമായിട്ട് വീട്ടിൽ വന്നേച്ച് അത് കൊടുത്തേച്ചു. എത്രയോ അനുഭവങ്ങൾ മിഷണറി ഫീൽഡിലുണ്ടെന്ന് അറിയാം. വി ആർ ദ പാർട്ട്ണർ ആൻഡ് കോവർക്കേഴ്സ് ഓഫ് ദ കിങ് ഓഫ് കിങ്. സ്തോത്രം. ആമേ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? യെസ്, നിങ്ങളുടെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ റിവൈവലിന്റെ സൈൻ എന്ന് പറയുന്നതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പിന്നെ 8:13 വന്നപ്പോൾ ദൈവവചനത്തിനായിട്ടുള്ള ആളുകളുടെ ആ വിശപ്പ് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? 1 യാമത്തോളം. ഇന്നലെ നമ്മൾ 2 മണിക്കൂർ ഏകദേശത്തോളം ക്ലാസ് പോയതായി പിന്നീട് ഞാൻ വീഡിയോ നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ അറിഞ്ഞില്ല ക്ലാസ്സുകൾ പോയത്. ഇത് കഴിഞ്ഞ് എനിക്കൊരു ഒരു മീറ്റിംഗ് ഉണ്ട്, നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. പിന്നെ നമ്മൾ കാണുന്ന 9:1 മുതൽ 3 വരെ കാണുന്നത് ഭയങ്കര ഏറ്റുപറച്ചിൽ, യഥാസ്ഥാനം, ഇതെല്ലാം റിവൈവലിന്റെ സൈനാണ്. ഓക്കെ, സ്തോത്രം. വീണ്ടും നമ്മൾ കാണുന്ന ജനം ഫാസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. പ്രൈസ് ഗോഡ്. ഓക്കെ, ഇനി 10:1 മുതൽ 30 വരെ കാണുമ്പോൾ ദൈവത്തോട് അവർ ഉടമ്പടി ചെയ്യുന്നു, നിയമം ചെയ്യുന്നു. സൗരങ്ങളെ, നിങ്ങളൊരു ജോലിക്ക് കയറുമ്പോൾ നിങ്ങളൊരു കോൺട്രാക്ട് സൈൻ ചെയ്താണ്, അല്ലെ? അതിനകത്ത് കുറെ ലോ ഒക്കെ ഉണ്ട്, നിങ്ങൾ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതുപോലെ ദൈവമായിട്ട് ഉടമ്പടി ആവശ്യമാണ്. ആ ഉടമ്പടി ബുദ്ധിയിൽ നിന്നാകരുത്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ സറണ്ടർ ചെയ്യാവൂ. അല്ലെ, നിങ്ങൾക്ക് കിട്ടുന്ന നിയോഗം മാത്രമാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ടത്. ആ നിയോഗത്തിനുള്ളിലാണ് വലിയ ദൈവമഹത്വം കാണാൻ കഴിയുന്നത്. മാനുഷ്യമായി നാം എടുക്കുന്ന ഏത് ഡിസിഷനുകൾക്കും നിലനിൽപ്പുണ്ടാകുകയില്ല, പരിശോധനയിൽ പിടിച്ചു നിൽപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ ഉടമ്പടി എപ്പോഴും ആത്മനിയോഗത്തിലോ ആത്മപ്രേരണയിലോ വചന പഠനത്തിലൂടെ കിട്ടുന്ന ദൈവിക ബോധ്യത്തിലോ മാത്രമേ ആകാവൂ. മാനുഷ്യമായ തീരുമാനങ്ങൾ ആവേശത്തിൽ എടുക്കുമ്പോൾ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽപ്പാൻ കഴിയാതെ വരും. ഇന്നലെ നമ്മൾ പത്രോസിന്റെ വീഴ്ചയുടെ 7 പടികൾ ശ്രദ്ധിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മൾ 10-ാമത്തെ അധ്യായം അതിന് 32 മുതൽ 39 വരെ വരുമ്പോൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുവാൻ ജനങ്ങളെല്ലാം സന്നദ്ധരാകുന്ന ഭാഗമാണ് ചാപ്റ്റർ 10 വേഴ്സ് 32 to 39, അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഫോർ ദ ലോർഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണർവിന്റെ അവിടെ കണ്ട ഉണർവിന്റെ പ്രധാനപ്പെട്ട രീതികൾ. അപ്പോൾ ഇനി ഒരു പ്രധാന ക്വസ്റ്റ്യൻ, എന്നിൽ ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ, എൻ്റെ ഫെലോഷിപ്പിൽ ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ, എൻ്റെ ഭവനത്തിൽ ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ, വാട്ട് ഷാൽ ഐ ഡു ഫോർ ദ റിവൈവൽ ഓഫ് മൈ ഹോം, ഇൻ മൈ ലൈഫ്, ഇൻ മൈ ഫെലോഷിപ്പ്? ദാറ്റ്സ് എ മേജർ ക്വസ്റ്റ്യൻ. I will give the answer. Number 1, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പൻഡൻസ് ആൻഡ് റിസ്റ്റോറേഷൻ ആണ്. ആമേൻ. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. 1 minute. ഓക്കെ, അപ്പോൾ ഒന്ന് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ റിപ്പൻഡൻസ്, ഇറ്റ്സ് നോട്ട് ഓൺലി വൺ ടൈം പ്രോസസ്, ബട്ട് ഇറ്റ്സ് എ കണ്ടിന്യൂ പ്രോസസ്. മാനസാന്തരപ്പെട്ടു, അതാണ് നിങ്ങളുടെ വീണ്ടും ജനനത്തിന്റെ ആ ദിവസം ഓർമ്മയുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ട ദിവസം. ആ ഡേറ്റ് ഓർമ്മയില്ല, സമയം, ആ കാലം ഓർമ്മയുണ്ടല്ലോ.
ദൈവസന്നിധിയിൽ നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, then you are not belongs to devil, no more for devil, no more for hell. സ്തോത്രം. മനുഷ്യർക്ക് വേണ്ടി നരകം ഉണ്ടാക്കിയിട്ടില്ല. ശിക്ഷ വിധിച്ച് വിടുമ്പോൾ പറയുന്നത്, പിശാചനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീനെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത് തിരിച്ചറിയണം. അപ്പോൾ പിന്നെ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദിവസം നമ്മളിൽ ഒരു സാന്റിഫിക്കേഷൻ നടന്നു. ദെൻ കണ്ടിന്യൂ പ്രോസസ്സായിട്ട് നടക്കുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്, നിർമ്മലീകരിക്കുക. അത് ഭാര്യയോട് ദേഷ്യപ്പെട്ടാലും സോറി പറഞ്ഞിരിക്കണം. ആവശ്യമില്ലാത്തതിന് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അഥവാ ദേഷ്യം വന്നാൽ, കോപം വന്നാൽ പാപം ചെയ്യരുതെന്നും അത് സന്ധ്യ വരെ വെച്ചോണ്ടിരിക്കരുത്. വൈകിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചു, പകലിച്ചിരി ഒന്ന് ഉടക്കിപ്പോയി, ഒരാൾ കഴിക്കാതെ വെച്ചു, അടുത്ത ആൾ വരട്ടെന്ന് വിചാരിച്ചു മറ്റേ ആൾ നോക്കിയിരുന്നു. സൗന്ദര്യപ്പിണക്കങ്ങൾ. ചിലർ പറയും, ഓ എന്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ അന്ന് ഇച്ചിരി അലിയും, അവൾ അസ്ഥിയില്ലയോ, അസ്ഥിയും കൊണ്ടാ ദൈവങ്ങളെ ഉണ്ടാക്കിയത്, അവക്ക് ഒരു അലിവുമില്ല, അവരാനപ്പിണക്കപ്പിണങ്ങ. സൗര ചെന്ന് നീ ഒന്ന് ഹഗ് ചെയ്യ് മക്കളെ, പോട്ടെ. നീ 2 വട്ടം ഹഗ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആളിഞ്ഞ് തിരിച്ചു വരും. അത്രയേ ഉള്ളൂ അവരുടെ ആംബിയം. പക്ഷെ യൂദയുടെ ചുംബനം ആകരുത് കേട്ടോ. ഫ്രം ദ ഹാർട്ടിൽ നിന്നായിരിക്കണം. സ്തോത്രം. അപ്പോൾ കണ്ടിന്യൂ ആയി നടക്കുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. Then the next level will come the glorification. അതാണ് തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെടും. റൈറ്റ്. രണ്ടാമത്തെ അതിന് ഞാൻ മറ്റൊരു മീറ്റിങ്ങിന്റെ ടൈമിന് അവരെന്നെ വിളിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ ഉണർവുണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു 6 പോയിന്റ്സ് ഞാൻ വാക്യങ്ങൾ മാത്രം തരാം. ഞാൻ നിങ്ങൾക്ക് അതൊരു അസൈൻമെന്റ് ആയിട്ട് തരിക. വൈകിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുമെന്ന് പറയുന്നത് കൊണ്ട് ആരും ക്ലാസ്സിൽ കയറാതെ ഇരിക്കരുത്. ഓക്കെ, ഞാൻ തരുന്ന വാക്യങ്ങൾ നിങ്ങൾ റെഫറൻസ് നോക്കുക. ഇൻ ദ ഈവനിങ് വി വിൽ ഡിസ്കസ് ഇൻ എ ഡീപ്പർ വേ. 2 Chronicles chapter 7 verse 14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും എന്ന് കർത്താവ് പറഞ്ഞു. Not only the healing of a person or a family nor a society, but the nation. ഒരാള് കരയുമ്പോൾ, ഒരാള് സറണ്ടർ ചെയ്യുമ്പോൾ, ഒരാള് സമർപ്പിക്കുമ്പോൾ, ഒരാള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആ ഗ്യാപ്പിൽ കയറി നിൽക്കുമ്പോൾ ആ വ്യക്തിക്കോ ആ വീടിനോ ആ സൊസൈറ്റിക്കോ മാത്രമല്ല, ദ ഹോൾ നേഷൻ ഒരു ബ്ലെസ്സിംഗ് ആയി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ യെശയ്യാ 57:15. ദൈവത്തിന് സ്തോത്രം. ഉന്നതന് ഉയർന്നിരിക്കുന്നവന് ശാശ്വതവാസിയും പരിശുദ്ധനുമായവൻ അരുളി ചെയ്യുന്ന ഭാഗമാണ്. ഉന്നതനും പരിശുദ്ധനുമായി അവിടുന്ന് വസിക്കുകയാണ്. നോക്കുക, താഴ്മയുള്ളവരുടെ ഹൃദയത്തിനും മനോവ്യസനമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്ന ഒരു ദൈവം. സോ മനസ്താപത്തിനും മനോവിനയത്തിനും നമ്മൾ തയ്യാറാകുന്നതാണ് ഉണർവിന്റെ മറ്റൊരു ലക്ഷണം, അല്ലെങ്കിൽ അവേക്കിംഗ് എന്നുള്ളതാണ്. ഐസയ്യാ ചാപ്റ്റർ 57 വേഴ്സ് 15. മറ്റൊരു കാര്യം, മൂന്നാമത്തത് റിന്യൂവൽ ഓഫ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ദാവീദ് പറയുന്നുണ്ട്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സങ്കീർത്തനം 51:10. അപ്പോൾ ഒരു ഉണർവ് നമ്മളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്ത് മീ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം, സ്ഥിരമായ ഒരു ആത്മാവിനെ. നോക്കുക, അപ്പോൾ ഒരു ക്ലീൻ ഹാർട്ടിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നതാണ് ഉണർവിന്റെ മൂന്നാമത്തെ ലക്ഷണം. നാലാമത്തത് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 ആണ്. പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഒരു പെന്തക്കോസ്റ്റ് അനുഭവം നമ്മളിൽ ഉണ്ടാകാനായിട്ട് തയ്യാറാകുന്നു. അഞ്ചാമത്തത്
ദൈവത്തിന്റെ വാക്തത്വങ്ങളുടെ നിവൃത്തിക്കായി ഒരു തയ്യാറെടുപ്പ്. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 29 വരെ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് ഓൺ ഓൾ ഫ്ലഷ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഓ പ്രൈസ് ഗോഡ്, ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ പറഞ്ഞിരിക്കും യുവർ സൺസ് ആൻഡ് യുവർ ഡാറ്റേഴ്സ്. നമ്മുടെ അഞ്ജു എന്ന് പറയുന്ന അതേ നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ഒരു പുതിയ ഭവനം പണിത് അതിന്റെ ഷിഫ്റ്റിങ്ങിന്റെ തിരക്കാണ്. സ്തോത്രം. ആ വാത്സല്യ പ്രിയപ്പെട്ടവൾ പറഞ്ഞ ഒരു ടെസ്റ്റ് മണി ഉണ്ട്. തൻ്റെ മകൾ ഒരു നൈബറിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു വിഷൻ കണ്ടു എന്ന്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പ്രോമിസ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരാളുടെ വീട്ടിൽ, ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ, ആ സൊസൈറ്റിയിൽ, അല്ലെ ആ സെൽ ഗ്രൂപ്പിൽ ഒരു റിവൈവൽ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക എന്നുള്ളതാണ്. അത് തന്നെത്താൻ താഴ്ത്തിയെങ്കിലേ അത് സംഭവിക്കുമെന്ന് 2 ദിനവൃത്താന്തം 7:14 2 ക്രോണിക്കൽ ചാപ്റ്റർ 7:14 കണ്ടു. 2, നമ്മൾ ഉണരേണം. യെശയ്യാ 57:15 നമ്മൾ അതിനെ കണ്ടത്. 3, റിന്യൂവൽ ഓഫ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു ക്ലീൻ ഹാർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാംസമുള്ള ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം. റോങ് തോട്ടുകൾ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കണം. അതിന് ദൈവസന്നിധിയിൽ കരയണം, പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. യെസ്, അപ്പം നിർമ്മലമായൊരു ഹൃദയം. 4 നമ്മൾ കണ്ടത് ഒരു റിവൈവൽ, ഒരു പെന്റക്കോസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളിൽ ഉണ്ടാകാൻ തയ്യാറാകണം. 5 വാക്യം തന്നത് യോവേൽ 2:28-29 വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് വിൽ പ്രൊഫസൈ. അവിടെ എഴുതിയിരിക്കുന്നത് യുവർ സൺസ് ആൻഡ് യുവർ ഡോട്ടേഴ്സ് ഷാൽ പ്രൊഫസൈ ആൻഡ് യുവർ ഓൾഡ് മെൻ ഷാൽ ഡ്രീം ആൻഡ് ഡ്രീംസ്. നോക്കുക, ആൻഡ് യുവർ യങ് മെൻ ഷാൽ സീ വിഷൻസ്. നോക്കുക, അവിടെ ആരെ ഒഴിവാക്കുന്നില്ല, അല്ലെ? ഈവൻ നിങ്ങൾക്ക് വീട്ടു സഹായത്തിനായി വരുന്ന സഹോദരിയുടെ മേൽ വരെ ആത്മാവിനെ പകരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അറിയാമല്ലോ. ന്യായാധിപന്മാർക്കോ പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ രാജാക്കന്മാർക്കോ മാത്രമേ അനോയിന്റിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അഭിഷേകം. ഈ അഭിഷേകം എന്ന് പറയുന്നത് നമ്മള് കരിസ്മാറ്റിക്കാര് ആമേ ലല്ലല്ല ലല്ലല്ല എന്ന് 4 വട്ടം പറഞ്ഞാൽ അതും അന്യഭാഷ പോലെയാണെന്ന് പറയുന്ന ലല്ലല്ല അല്ല. തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറുന്നത് ശരിയായ കാര്യം നമ്മളിൽ വരുമ്പോഴാണ്. നമ്മളവരെ കുറ്റം പറയണ്ട, നമ്മൾ ആരെയും വിമർശിക്കണ്ട, നമ്മൾ ആരെയും താഴ്ത്തിക്കെട്ടണ്ട, അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഉത്കണ്ഠപ്പെടുകയും വേണ്ട. പക്ഷേ പരിശുദ്ധാത്മാവ് പ്യൂറായിട്ടുള്ള ആ കിങ് ഓഫ് കിങ്ങിന്റെ സ്പിരിറ്റ്, ആമേൻ, ആ ഓൾമൈറ്റിയുടെ സ്പിരിറ്റ് യെശയ്യാ 11:1 പറയുന്നു, യാക്കോബിൽ നിന്നൊരു മുള പൊട്ടിപ്പെടും, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പെടും. അവനിൽ എന്താണ്? ഒരാത്മാവ് അധിവസിക്കും. അതിന് പ്രത്യേകത ഉണ്ട്. എന്താണ്? ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ആമേൻ. പിന്നെ ആലോചനയുടെ ആത്മാവ്, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ശക്തിയുടെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്. നോക്കുക, 6-7 ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആ സ്പിരിറ്റിൽ പറയുന്നു. സ്തോത്രം. എത്ര മാധുര്യമുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ഹബക്കുക്കിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ഇവിടെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. ഹബക്കുക്കിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാം വാക്യം എന്താണ്? അവിടെ പറയുകയാണ്, യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. സോ ക്രൈ ഔട്ട്.
continually cry out. Hallelujah. Don't be satisfied. നിങ്ങൾ പ്രാപിച്ചതോ കേട്ടതിലോ പഠിച്ചതിലോ നിങ്ങൾ സംതൃപ്തരാകരുത്. ഇതൊരു വലിയ ഓഷ്യനാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഇതിലെ ബ്ലെസ്സിങ്സ് ഒക്കെ വളരെ വളരെ ആഴമുള്ളതാണ്. ഇത് നിങ്ങൾ ദൈവവചനം പഠിക്കാൻ നമ്മളൊരു ആരംഭത്തിലേക്ക് ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വെച്ചതേ ഉള്ളൂ കാലം. ഇനിയാണ് ഇതിന്റെ അതിമഹത്തായതിലേക്ക് നിങ്ങൾ നയിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ കരയാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. റൊണാൾഡ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു റൊണാൾഡ് ഡ്യൂട്ടിയിലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, പ്രൈസ് ഗോഡ്. ഞാൻ വീട്ടിൽ വന്നു പ്രാർത്ഥിക്കാം. വീട്ടിൽ വന്നു. ഓക്കെ, പ്രാർത്ഥിക്കാൻ പറ്റുമോ മോനെ? ഓക്കെ. ഒത്തിരി സൗണ്ട് കാണത്തില്ല, ഇത് ഉറങ്ങും. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവരങ്ങളിലെ ഘടകങ്ങളെ വീണ്ടും ഏൽപ്പിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, നിന്റെ കൃപയാൽ, നിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. വചനങ്ങളെ പഠിപ്പാൻ നീ അടിയങ്ങൾക്ക് തരുന്ന നല്ല ഈ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങേ അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, നിന്റെ വചനങ്ങളെ കേൾപ്പാൻ കർത്താവേ അടിയങ്ങൾ ഹല്ലേലൂയ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ, നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും കർത്താവേ. അടിയങ്ങൾ അങ്ങയുടെ കോവർക്കേഴ്സ് ആണ് കർത്താവേ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നീ അടിയങ്ങളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ദൈവനാമത്തിന് വേണ്ടി എഴുന്നേൽപ്പാൻ കർത്താവേ, ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ഇവയോടെ നിൽപ്പാൻ നീ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളെ നല്ല ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ, നല്ലൊരു ഉണർവിന് വേണ്ടി കർത്താവേ അടിയങ്ങളെ തന്നെ താഴ്ത്തുവാൻ നീ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുമെന്ന് അരുളി ചെയ്ത കർത്താവ്, രക്തത്താൽ ചെയ്ത കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി കരയുവാൻ, ദൈവസന്നിധിയിൽ അടിയങ്ങളെ തന്നെ അല്ലെങ്കിൽ സമർപ്പിപ്പാൻ നീ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, അടിയങ്ങളുടെ മേൽ കർത്താവേ നിന്റെ ആത്മാവിനെ അത്യധികമായി നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, നിന്റെ ശക്തിയാൽ ഹല്ലേലൂയ കർത്താവേ വെളിപ്പാടുകൾ, ഹല്ലേലൂയ ദർശനങ്ങൾ കർത്താവേ, ഇതിന്റെ ഹല്ലേലൂയ കർത്താവേ സൗണ്ട് കേൾക്കുവാൻ, ദൈവമായ ഒരു എൻകൗണ്ടർ കർത്താവേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളുടെ കുറവുകളെ കൊണ്ടുവരുവാൻ, അടിയങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ കർത്താവേ, ഓരോ ദിവസവും കർത്താവേ ഹല്ലേലൂയ അങ്ങയോട് അടുത്ത് ജീവിപ്പാൻ കർത്താവേ, നിങ്ങളുടെ മ്ലേച്ഛതകളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള മ്ലേച്ഛതകൾ കർത്താവേ, ഭാവങ്ങളെ ഒക്കെ ഹല്ലേലൂയ വിട്ടൊഴിയുവാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ കർത്താവേ കിട്ടുന്ന ഓരോ സമയങ്ങൾ അത് വലിയേറിയത് നീണ്ടുവാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ രക്തത്താൽ എടുക്കുന്നു കർത്താവേ. ഈ പ്രളയം ചെയ്ത കർത്താവേ ദൈവവചനം പഠിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. അവയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കാൾ നിന്റെ ദാസന്റെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതിനു വേണ്ടി എടുക്കുന്ന പെയിൻ കർത്താവ് വളരെയാണ് കർത്താവേ. ഹല്ലേലൂയ, നിന്റെ ദാസന്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ്. ഒന്നുമില്ല, ഏതുമില്ല കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നിങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കർത്താവേ. ഹല്ലേലൂയ, ദിവസങ്ങൾ അടിങ്ങളെ തന്നെ കണ്ണുവാതി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസൻ തുടർന്ന് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നു കർത്താവേ. നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തന്നെ ക്യാഷ് ചെയ്താട്ട് പ്രാർത്ഥന കേട്ടതിന് യേശു ക്രിസ്തുവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് എല്ലാവരും വിദ്യാർത്ഥികൾ ആശീർവാദം ഒരുമിച്ച് പറഞ്ഞാട്ട്. എല്ലാവരോടും കൂടെ എന്നേറ്റിരിക്കുമാറാകട്ടെ. എവരിവൺ. കർത്താവ് ധാരാളം. അഞ്ചു ലൈനിൽ വന്നല്ലേ? അഞ്ചു, വളരെ സന്തോഷം. ഞാനുണ്ടായിരുന്നു പാസ്റ്റർ ഇന്ന്. ഓ, താങ്ക് ഗോഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈവനിങ്ങിൽ എല്ലാവരും എല്ലാവരും അഞ്ചിനും പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് അവർക്കൊരു വീട് നൽകി അവരുടെ മക്കളുമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു
ഭവനം ദൈവം അവർക്ക് കൊടുത്തു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അതിനായിട്ട് എല്ലാ വീടിനകത്ത് എല്ലാ കർത്താവിന്റെ മക്കൾക്കും നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് ബ്ലസ് ചെയ്യാം. മഞ്ജുവിന്റെ ആ വീടിന് വേണ്ടി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒന്ന് ബ്ലസ് ചെയ്താട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവനായി പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഫാദർ ഗാഡ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഞങ്ങളുടെ മക്കളുടെ ഭവനത്തിൽ കർത്താവിന്റെ ആ പ്രസൻസ് നിറഞ്ഞിരിക്കട്ടെ. എല്ലാ മുറികളിലും ദൈവത്തിന്റെ പ്രസൻസ് നിറഞ്ഞിരിക്കട്ടെ. കർത്താവെ, ആ കോമ്പൗണ്ടിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ കർത്താവെ, ഗാഡ്സ് ഹോം എന്ന് പറയുന്നതൊക്കെ കർത്താവെ, കർത്താവെ, അവര് മറ്റുള്ളവർ വരുമ്പോൾ വലിയ ദൈവത്തിന്റെ പ്രസൻസ് ആ ഭവനത്തിൽ അറിയാനിടയാകട്ടെ. അവിടെ വരും ദിവസങ്ങളിൽ അമേൻ ഒരു കൂട്ടായ്മ അവരിലൂടെ ആരംഭിക്കാൻ, പലർക്ക് ആശ്വാസമായി ആ വീട് തീരാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അമേ കർത്താവ്, കുഞ്ഞുങ്ങളിലെല്ലാം നിറവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞുങ്ങൾ അമേ എല്ലാവരും മിഷണറിമാരായി കർത്താവ് ഇലക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അമ്മയെ ചൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ, ബ്ലസ് ചെയ്യുന്ന കർത്താവെ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവെ, ഒരുവിനായി ഒരുക്കണം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ഞാൻ മീറ്റിങ്ങിന് കയറേണ്ട ടൈം ആയി. സോ പ്രാർത്ഥനയോടുകൂടെ വരിക. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ മുഴുവൻ ഞാൻ 6 കാര്യം നിങ്ങളോട് ഫൈനലി പറഞ്ഞു. എങ്ങനെയോ റിവൈവൽ നമ്മളിൽ ഉണ്ടാകാനുള്ള വഴി, ആ വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം. നിങ്ങൾ ഈ നോട്ട്സുകളൊക്കെ കഴിവതും എഴുതി വെക്കുക. നിങ്ങളുടെ മക്കളുമാരൊക്കെ ഭാവിയിൽ അതൊക്കെ എടുത്ത് നോക്കും. എൻ്റെ മമ്മ പഠിച്ചത്, എൻ്റെ പപ്പ പഠിച്ചതാണ്. സോ അത് അവരുടെ ലൈഫിന് ചേഞ്ച് ഉണ്ടാക്കും. ഓക്കെ, അതുകൊണ്ട് ഗോഡ് ബ്ലെസ് യു എവരിവൺ. If God willing, see you in the evening. Amen. God bless you.